കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളെല്ലാവരെയും വന്ദനം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിഷയത്തിൻ്റെ അതിലേക്ക് നമ്മൾ കയറുകയാണ്. ദൈവവചനം പഠിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നന്മയും അനുഗ്രഹവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കേരളത്തിലായിരുന്നു. 30-ാം തീയതി കേരളത്തിൽ പോയി. നമ്മുടെ ലൈഫ് ലൈറ്റിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടി പോയതാണ്. ഞാൻ ഇവിടുന്ന് പോകുന്ന സമയം തൊട്ടേ എനിക്ക് ശാരീരികമായിട്ട് നല്ല ക്ഷീണമാണ്. എൻ്റെ ത്രോട്ട് വയ്യ, അങ്ങനെ നല്ല ക്ഷീണമായി. നാട്ടിൽ ചെന്നു, ഇത് കൂടി, പിന്നെ മെഡിസിൻ എടുക്കേണ്ടി വന്നു. എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റുമെന്ന് തോന്നിയില്ല. കാരണം ഞാൻ കോട്ടയത്ത് ചെന്നു. വൈകിട്ട് കോട്ടയത്തോട്ട് ചെന്നിട്ട് ഞാൻ ക്യാമ്പസ് സൂസൈഡിൻ്റെ സ്ഥലത്ത് റൂമുണ്ടായിരുന്നു, അവിടെ പോയി കിടന്നു. എഴുന്നേക്കാൻ പറ്റുമെന്ന് തോന്നിയില്ല, അങ്ങനെ കിടന്നു. ടാബ്ലറ്റ് അടിച്ചു. രാവിലെ ഞാൻ പ്രത്യേകം നമ്മുടെ ടീം എല്ലാവരും വന്നു, അവർ കാര്യങ്ങളെല്ലാം ചെയ്തു. ആൾക്കാർ പല 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 ആൾക്കാർ പല ഡിഫറെൻറ്റ് സഭകളിൽ നിന്നുള്ള യൂത്ത് ലീഡേഴ്സ്, പാസ്റ്റേഴ്സ്, നിങ്ങൾ രണ്ടുപേരൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഇവിടെ വന്നപ്പോഴാണ് മിസ് പവർഫുൾ മീറ്റിംഗ്, ഭയങ്കര ബ്ലെസ്സഡ് മീറ്റിംഗ് ഒക്കെ. ആൾക്കാരൊക്കെ ദൈവം ഭയങ്കര ദൈവസാന്നിധ്യം മീറ്റിങ്ങിനെ കുറിച്ച്. ഇന്നലെ അതിൻ്റെയൊക്കെ കുറച്ച് ക്ലിപ്സൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിനകത്ത് ഇട്ടായിരുന്നു, നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ദൈവം സഹായിച്ചു. 1-ാമത്തെ ദിവസം കഴിഞ്ഞു, ടാബ്ലറ്റ് എടുത്തുകൊണ്ട് ശുശ്രൂഷിച്ചു. നിൽക്കാം. പക്ഷെ സ്റ്റേജിലോട്ട് കയറി ശുശ്രൂഷിക്കാൻ വേണ്ടിയും പഠിപ്പിക്കാൻ വേണ്ടിയും ലീഡർഷിപ്പിന് വേണ്ടി ട്രെയിനിങ്ങിന് വേണ്ടി കയറി നിന്നു. പക്ഷെ കർത്താവ് ബലം തന്നു. പിന്നെ ഞാൻ വൈകിട്ട് രാത്രി വരെ ശുശ്രൂഷിച്ചു, ഒരു 4-5 മണിക്കൂർ ശുശ്രൂഷിച്ചു. ദൈവം ബലം തന്നു. 2-ാമത്തെ ദിവസം അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇന്നലെ ഓടി. രാത്രി എനിക്ക് ശാരീരികമായിട്ട് തീരെ വയ്യായിരുന്നു. അപ്പോൾ എനിക്ക് ബസ്സിനോ ട്രെയിനോ ഒന്നും വരാൻ പറ്റുന്ന ഒരു ആരോഗ്യമില്ലായിരുന്നു. രാത്രി തന്നെ ഫ്ലൈറ്റിന് ബാംഗ്ലൂരിൽ വന്നു. 1 മണിയാകുമ്പോഴത്തേന് ബാംഗ്ലൂരിൽ വന്നു. പക്ഷെ ദൈവം ഇത്രയും ആരോഗ്യം തന്നു. ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയും ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് 1 മണി 2 മണിക്ക് ടാബ്ലറ്റ് കഴിച്ചിട്ട് ഞാൻ കിടക്കുന്നത്. എത്ര നല്ലതാ ദൈവത്തെ സേവിക്കുന്നത്, എത്ര നല്ലതാ. ദൈവം ആരോഗ്യം തരുന്നത് അത്ര ഓടുക. ഞാൻ ഇന്നിപ്പോൾ ചിലർക്കൊരു മുട്ടപ്പനി വന്നു കഴിഞ്ഞാൽ പള്ളിയിൽ പോകത്തില്ല അല്ലേ? ഇല്ല. എന്തോ പറ്റിയാലും നിങ്ങളുടെ ലൈഫിൽ ദൈവം നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ആരോഗ്യം ചെലവാക്കുക. നിങ്ങൾ ദൈവത്തിന് വേണ്ടി, നമ്മളെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്ന നമ്മൾ ലിവിങ് സാക്രിഫൈസ് ആയിരിക്കണം. ലിവിങ് സാക്രിഫൈസ്, ജീവിക്കുന്ന യാഗമായിരിക്കണം. അങ്ങനെ ആയിരിക്കണം. നമുക്ക് മടങ്ങി വരാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഓടിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. എവിടെ വരെ എത്തി നമ്മൾ പഠിച്ചത്? ഇതൊന്നും ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ ക്ലാസ് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും എടുക്കാം. ഇവിടെ എല്ലാം കഴിഞ്ഞു. നമ്മൾ ഈ ഒരു സ്ലൈഡിലെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ വരെ പഠിച്ചു നമ്മളിത്? പീറ്റർ അല്ലേ? പത്രോസ് കാരാഗ്രഹത്തിലാകുന്ന ചരിത്രം വരെ. പുതിയ നിയമത്തിനകത്തും ദൈവം തൻ്റെ ജനത്തെ കാവല് കൊടുക്കുന്നത് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം വരെ കാണും. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം. ഞാൻ ഇന്ന് ഇതിനകത്ത് ഈ ഒരു സ്ലൈഡിൽ, ഇതിൻ്റെ ഈ സ്ലൈഡിൽ ഇല്ലാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ലൈഡിൽ ഞാൻ ആഡ് ചെയ്യാത്ത, പിന്നീട് ഞാൻ ആഡ് ചെയ്ത ഒരു കാര്യമായിരിക്കും ഇന്ന് നിങ്ങളോട് കൂടെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ അതിന് ഇൻട്രൊഡക്ഷൻ ഇടട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിൽ ഇതിനകത്ത് ഞാൻ രേഖപ്പെടുത്തിയിട്ടില്ല. എഫേസ് ലേഖനത്തിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കാവൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന് അത് വലിയ നന്മയായിരിക്കും. പക്ഷെ ഇതൊന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ദൈവത്തിൻ്റെ കാവലില്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഒരു മേഖലകളിലും ഉയരാൻ പറ്റത്തില്ലെന്ന് ബൈബിള് പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം നയിക്കണോ? എന്ത് വേണം? കാവല് വേണം. നിങ്ങൾക്ക് നല്ലൊരു ശുശ്രൂഷ ചെയ്യണോ? എന്ത് വേണം? കാവല് വേണം. നിങ്ങൾ പറയുകൂടെ ചെയ്തേ. കാരണം നിങ്ങൾക്ക് വാഹനം ഓടിക്കുമ്പം പോലും, രാത്രി ഉറങ്ങുമ്പം പോലും നിങ്ങൾക്ക് എന്ത് വേണം? കാവല് വേണം. നിങ്ങളെ ദൈവം കാരണം ഇരുട്ട് നിറഞ്ഞ ഭൂമിയാ. അത് നിങ്ങൾ മറക്കല്ല്. സാത്താൻ വഞ്ചിക്കും. സാത്താൻ വഞ്ചിക്കാൻ വരുന്നത് ചില പാസ്റ്റേഴ്സിന്റെ വെള്ള ഷർട്ട് ഇട്ടുകൊണ്ടായിരിക്കും ചിലപ്പം വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാ നിങ്ങളെ വഞ്ചിക്കുന്നത്? നിങ്ങൾ കർത്താവിനോടുള്ള ബന്ധത്തിൽ ജീവിക്കരുത്. നിങ്ങളുടെ നിത്യത നഷ്ടമാക്കി കളയണം. ഞാൻ ചോദിച്ചോട്ടെ, പിശാച് ഡയറക്റ്റ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ കൊമ്പും കുലുക്കി വരിക, നമ്മൾ അവനെ ആടിച്ചോടിക്കും. പക്ഷെ വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് വന്നാലോ
നമ്മളവന് ചായ ഇട്ടു കൊടുക്കും. മനസ്സിലാകുന്നുണ്ട്? വെള്ള ഷർട്ട് ഇട്ടോ എന്ന് എന്ത് കൊടുക്കും? പിന്നെ ബൈബിൾ കൂടെ പിടിച്ചിട്ടുണ്ടെങ്കിൽ സ്വോത്രാഴ്ചയും കൊടുക്കും, അല്ലേ? പിന്നെ 2 ദൂതും കൂടെ പറഞ്ഞാൽ നമ്മൾ ഫാസ്റ്റിംഗ് പ്രയർ നടത്തും, എല്ലാം ചെയ്യും. പക്ഷെ ഇതെന്തുവാന്ന് ശോധന ചെയ്യണം. എന്തുവാണെന്ന് ശോധന ചെയ്യണം. നിങ്ങളെ ദൈവത്തിൽ പ്യുവർ, ചില ആൾക്കാരുണ്ട് പാസ്റ്റേഴ്സ് തന്നെയാണ്, കറക്റ്റ് തന്നെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവരുടെ ബുദ്ധിയെയും ഇവരുടെ സിസ്റ്റത്തെ അല്ല ഇവര് പരിശുദ്ധാത്മാവിനെ കീഴടക്കി കൊടുക്കാത്തതുകൊണ്ട് ഇവര് ഒരു മാനുഷിക സിസ്റ്റത്തിൽ പോവാം. എല്ലാം നിങ്ങൾ തിരിച്ചറിയണം. എന്തിനാണ് പിശാച് നിങ്ങളെ തകർക്കാൻ നോക്കുന്നത്? നിങ്ങളുടെ ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടുത്തുകയാണ്. നിങ്ങളെ അവന്റെ കൂടെ വേണം. നിങ്ങളെ ആരുടെ കൂടെ വേണം? ആർക്ക് വേണ്ടിയാ ഹെല്ല്, നരകം ഉണ്ടാക്കിയത്? ആർക്ക് വേണ്ടിയാ? പിശാചിന് വേണ്ടിയിട്ടാ? മനുഷ്യന് വേണ്ടിയാണോ ഉണ്ടാക്കിയത്? അല്ല, പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഉണ്ടാക്കിയതാ. പക്ഷെ അവനൊരു തീരുമാനമുണ്ട്, അവൻ ഒറ്റയ്ക്ക് പോകത്തില്ല. അവന്റെ കൂടെ കിട്ടുന്ന ആരെങ്കിലും ഒക്കെ കൊണ്ടുപോകണം. അതിനെന്ത് പറ്റണം? ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ അവനെ പാപത്തിൽ വീഴ്ത്തുക, അനുസരണക്കേടുത്തി വീഴ്ത്തി അവനെ കൊണ്ടുപോവാം. അവൻ ഒറ്റയ്ക്ക് പോകത്തില്ല. അതിന് ഏത് മെത്തേഡ് യൂസ് ചെയ്യും. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ അത് പഠിച്ചു വളരണം, ഗ്രഹിക്കണം. നിങ്ങളുടെ നിത്യത നഷ്ടമായി പോകല്. അതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് തന്നെയാണ്. ആണോ? നിങ്ങൾ പറയാ, ആ പാസ്റ്റർ അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നില്ല. ആ പാസ്റ്റർ അങ്ങനെ ആണെങ്കിൽ അദ്ദേഹത്തോട് ദൈവം ചോദിച്ചു. ആ പാസ്റ്റർ ഫുഡ് കഴിക്കാതിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ കഴിക്കാതിരിക്കുമോ? ഇല്ല, നമ്മൾ വിശക്കുമ്പോൾ പോയി അതൊക്കെ കഴിക്കും, അല്ലേ? ആ പാസ്റ്റർ അങ്ങനെയാണ്, ഈ പാസ്റ്റർ, ഇതൊക്കെ നിങ്ങളുടെ മുടന്ത ന്യായങ്ങളൊന്നും ദൈവസന്നിധിയിൽ വരത്തില്ല, വില പോകത്തില്ല. നിങ്ങൾ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിൾ ഉള്ളവരായിരിക്കണം. ആണോ? മനസ്സിലാകുന്നുണ്ടെങ്കിൽ സ്വത്രം പറഞ്ഞ ആണോ? നിങ്ങൾ ഇൻഡിവിജ്വലി, നിങ്ങളുടെ നിത്യത നഷ്ടമാകുന്ന ഒന്നും പിശാച് പല തരത്തിൽ കൊണ്ടുവരും. ചിലപ്പോൾ പാസ്റ്റേഴ്സ്, ഞാൻ ഇതൊക്കെ അനുഭവം തൂത് പറയാനുള്ള പാസ്റ്റേഴ്സിനെ കൊണ്ടുവരും. നശിപ്പിച്ച് ചില കുടുംബങ്ങളെ തകർത്ത് കളയും, അവരെ ദൈവത്തെ നകറ്റിക്കളയും. പല ആൾക്കാരും പറഞ്ഞ ഞങ്ങൾ ദൂത് കേട്ട, ചില ദൂത് കറക്റ്റായിരുന്നു, പ്രവചനം കറക്റ്റായിരുന്നു, അത് പ്രോപ്പർ മനസ്സിലായില്ല. ഈ ദൈവത്തിന്റെ ആലോചന പ്രവാചകന്മാര് തന്നെ ഒന്ന് പറയും, അത് നടന്നില്ല, ഉടനെ പ്രവാചകനെ കുറിച്ച് പറയും. അത് നടക്കാത്തതിന്റെ കാര്യം നിന്റെ പ്രിപ്പറേഷൻ ഇല്ലായ്മയാണ്. ബൈബിളിൽ കിടപ്പുണ്ട്. ദൈവം ദൂത് പറഞ്ഞാൽ പോലും ചിലപ്പം നടക്കത്തില്ല. എന്തോ പാസ്റ്ററെ, ബൈബിളിൽ വാക്യമില്ലേ? വിളിച്ച ദൈവം വിശ്വസ്തൻ, അവനെന്ന് വാക്യമില്ലേ? പക്ഷെ ഞാൻ വേറെ വാക്യം കാണിച്ചു തരാം. എന്തോന്നറിയാം? ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ ഇറക്കിയത് ആരാ? മോശയാണ് ഇറക്കിയത്, ദൈവമാണ് ഇറക്കിയത്. എങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇറക്കിയത്? പിതാക്കന്മാരോട് കവനന്റ് ചെയ്ത, കോൺട്രാക്ട് ചെയ്തതല്ല, കവനന്റ് ചെയ്ത പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ കൊണ്ടുപോവാം എന്ന് പറഞ്ഞാൽ ഇറക്കിയേ. എത്ര ലക്ഷം പേരെ ഇറക്കി? 30 ലക്ഷം പേരെ. പക്ഷെ എത്ര പേര് അക്കരെ കയറി? 2 പേര്. ബാക്കിയുള്ളവർക്കെല്ലാം എന്ത് പറ്റി? അയ്യോ, വിളിച്ചതെയും വിശ്വസനല്ലേ, ഞങ്ങളെ ഇല്ല മോനെ. നമ്മുടെ ശരിക്കുള്ള മലയാളത്തിൽ പറഞ്ഞ ഈ ദൈവത്തിന്റെ എല്ലാ പ്രോമിസും കണ്ടീഷണൽ. ദൈവത്തിന്റെ പ്രോമിസസ് ഒക്കെ എന്തുവാ? കണ്ടീഷണൽ. നിന്റെ ലൈഫും കൂടെ, നിനക്ക് പാലും തേനും തരുന്നത് മാത്രമല്ല ദൈവത്തിന്റെ ആഗ്രഹം. ദൈവത്തിന്റെ ആദ്യത്തെ ആഗ്രഹം നിന്റെ ലൈഫ് പണിയപ്പെടണം. ആണോ? നമ്മള് പുതിയ നിയമ ഭാഷയിൽ പറഞ്ഞ നിങ്ങൾ ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന്, യേശുവിന്റെ ദിവ്യ സ്വഭാവത്തിന് നിങ്ങൾ കൂട്ടാളി ആകണം. മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കൾക്ക്? നമ്മുടെ പണിയപ്പെടൽ ദൈവത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. നമ്മുടെ പണിയപ്പെടൽ ദൈവത്തിന് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. നമുക്ക് പാലും തേനും തരുന്നു, വാക്തത്വം തന്നു, കാറ് തന്നു, വീട് തന്നു, ബംഗ്ലാ, ഇതിനെക്കാട്ടിലും കൂടുതൽ അതെല്ലാം ദൈവം നിങ്ങൾക്ക് പല മടങ്ങായിട്ട് തരട്ടെ. പക്ഷെ ഏറ്റവും ദൈവത്തിന് ഇഷ്ടം എന്തുവാ? നിങ്ങളുടെ നിത്യത, നിങ്ങളുടെ ലൈഫ്. ബ്രദർ പറഞ്ഞു തുടങ്ങിയതുപോലെ നമ്മളിൽ കൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാ, അതിനുവേണ്ടി കാവല് ഭയങ്കര ഇമ്പോർട്ടൻ്റാ.
കാവല് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പത്രോസിനെ കാരാഗ്രഹത്തിൽ വിളിയുള്ളവനെ തമ്പുരാൻ തുറന്നുവിടും. നിങ്ങളത് വായിച്ചിട്ടുണ്ട്. മിഷൻ ജേർണിക്കകത്ത്, ഞാൻ ഇതും എവിടെയൊക്കെ തൊട്ടു പറഞ്ഞിട്ടുണ്ട്. മിഷൻ ജേർണിക്കകത്ത് പൗലോസിന്റെ മിഷണറി ജേർണി ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 27 പെട്ടെന്ന് വായിച്ചേ, 22 തൊട്ട് 24 വരെ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 27 അധ്യായം 22 തൊട്ട് 24 വരെയുള്ള വാക്യം. ആ അയ്യോ, 272 ആൾക്കാരുമായിട്ട് അദ്രിയ കടലിൽ ദിശ അറിയാതെ 14 ദിവസം ഉഴലുക. സൂര്യനെയും കാണാതെ ചന്ദ്രനെയും കാണാതെ ഉഴലുക. എന്ത് പറ്റും എന്ന് ആകുലപ്പെട്ട് പലരും ആഹാരം കഴിക്കാതെ പോലുമായി. കാരണം കപ്പൽ തകരും, മൊത്തം മുങ്ങിച്ചാകും എന്ന് പറഞ്ഞ് എങ്ങനെയാണെന്ന് അറിയാതിരിക്കുമ്പോൾ, വിളിയുള്ള ഒരുവൻ കപ്പലിലുണ്ടെങ്കിൽ, നിയോഗമുള്ള ഒരുവൻ കപ്പലിലുണ്ടെങ്കിൽ അവനോട് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സംഭവിച്ചിരിക്കും. നിങ്ങൾ ഇത് എഴുതി വെക്ക്. നിങ്ങൾ ഇപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചേ, എന്നെ നോക്കിയേ. നിങ്ങൾ ഇപ്പം ബൈബിൾ വായിക്കാൻ പോവാതെ, ഇതേ ബൈബിൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് നോക്ക എല്ലാരും. ആ ദൈവത്തിന് വിളിയുള്ള നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് അനർത്ഥം വരുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞു തരും. നിങ്ങൾ എഴുതി വെച്ചോ, എഴുതി വെക്ക് മോനെ. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും വരുന്നതിന് മുമ്പ് ദൈവം നിങ്ങളോട് പറയും, സ്വപ്നം തരും. നിങ്ങളുടെ ദേശത്ത് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ദൈവം, അങ്ങനെ ഉണ്ടെങ്കിൽ ഓർത്തോ, നിങ്ങളുടെ മേൽ വലിയൊരു ദൈവത്തിന്റെ പദ്ധതി കിടപ്പുണ്ട്. ദേശത്തിന് സംഭവിക്കുന്നത് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോ, നിങ്ങളെക്കുറിച്ച് ദൈവം വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ നാന്ദി, അതിൻ്റെ ഒരു സൈൻ ദൈവം തരിക. മോനെ, നിന്റെ വിളി ഇങ്ങനെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക. നിന്നെ ദൈവം അവിടെയൊക്കെ നീ കയറി വാ. നിങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് ദൈവം പറയും, നിങ്ങളുടെ ദേശത്തെ കുറിച്ച് പറയും. നിങ്ങളെ ദൈവം ഏൽപ്പിച്ച്, എന്നെക്കുറിച്ച് ദൈവം, ലൈഫ് ലൈറ്റ് ടീമിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് എന്നോട് പറയും. എൽബദൽ ചർച്ചിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം എന്നോട് പറയും. കാരണം ദൈവം എന്നെ ഏൽപ്പിച്ച റെസ്പോൺസിബിലിറ്റിയും ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം. ഞാൻ അതുകൊണ്ടാണ് വയ്യാഞ്ഞിട്ടും ഇവിടെ 1000 പേരൊന്നും ഉള്ളതുകൊണ്ടല്ല ഞാൻ ഓടി വന്നത്. എനിക്ക് തന്ന ഓരോ ആത്മാക്കളും എനിക്ക് വിലയേറിയതും പ്രിയപ്പെട്ടതുമാണ്. അതുകൊണ്ടാണ് രാത്രി ആയാലും വയ്യായെങ്കിലും യാത്ര ചെയ്തിട്ടായാലും എങ്ങനായാലും ദൈവസഭയ്ക്ക് വരിക. പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ വരാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയുള്ള. അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലോട്ട് എന്നെ വിളിച്ചിട്ട് ഞാനിപ്പോൾ പോകാതിരിക്കുക. ഇന്ത്യക്ക് വെളിയിലോട്ട് ജൂലൈ മാസത്തിൽ എനിക്ക് ഇന്ത്യക്ക് വെളിയിൽ പോകാമായിരുന്നു. അടുത്ത 2 മാസത്തിനാവും ഇന്ത്യക്ക് വെളിയിൽ പോകാമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചർച്ച ഉള്ളതുകൊണ്ട് എനിക്ക് ചർച്ചിലുള്ള ദൈവം ഏൽപ്പിച്ച ദൈവത്തിൻ്റെ നിയോഗം എൻ്റെ മേൽ കിടക്കുക. അതിനെക്കാട്ടിലും വലുതല്ല ഒന്നും കേട്ടോ. അതുകൊണ്ട് നിങ്ങളോട് ദൈവം സംസാരിക്കും. ടേക്ക് റെസ്പോൺസിബിലിറ്റി കണ്ടോ. 272 പാസഞ്ചേഴ്സിന്റെ കാര്യം, സൂര്യനെയും ചന്ദ്രനെയും ക്യാപ്റ്റന് കാണാൻ പറ്റിയില്ലെങ്കിലും ദൂതം വന്നു എന്ന് പറഞ്ഞു, ഇവരാരും മരിക്കത്തില്ല, ഇവരുടെ സകലവരുടെയും ജീവനെ ഞാൻ നിന്റെ കൈ തന്നേക്കാം, നീ അവരെ ബലപ്പെടും. അവൻ അപ്പം നുറുക്കി കൊടുത്തു. കപ്പൽ ഛേദം വരും, പക്ഷെ നീ കൈസറിന്റെ മുമ്പിൽ ഞാൻ നിന്നെ എന്തുവാന്നു. കൈസർ ചിലത് തകരുമെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവേ എൻ്റെ ജീവനെ തന്നു, ദൈവത്തിന്റെ ഉദ്ദേശത്തിന് ദൈവം എന്തോ പദ്ധതിയുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ പറ, നമുക്ക് കാവൽ എന്നുള്ള വിഷയത്തിലേക്ക് വരാം. ദൈവം തൻ്റെ ദാസനെ ഇളകി മറയുന്ന കൊടും കടലിൽ കാവൽ കൊടുത്തോ മോനെ? കൊടുത്തോ. നിങ്ങൾ ഇളകി മറിയുമ്പം, നിങ്ങളുടെ ലൈഫിന് ചുറ്റും പലതും ഇളകി മറിയുമ്പം നിങ്ങൾ കുലുങ്ങല്ലേ?
നിങ്ങളെ പേടിപ്പിക്കാൻ, നിങ്ങളുടെ ഹൃദയത്തെ പാനിക്കാക്കാൻ, നിങ്ങളുടെ ഹൃദയത്തെ ബുദ്ധിമുട്ടാക്കാൻ പലതും പിശാച് കൊണ്ട്. നിങ്ങൾ അന്നേരം അവിടെ കൂളായിട്ട് നിൽക്കണം. കൂളായിട്ട് നിൽക്കുന്നതായിട്ട് ആക്റ്റീവ് അല്ല, കൂളായിരിക്കണം. ചിലർ കൂളായിട്ട് നിൽക്കുന്ന ആക്റ്റീവ് അല്ലേ? ഞാൻ തമാശയായിട്ട് കാണിക്കാനൊന്നും എനിക്ക് സമയമില്ല. ഒരിക്കലും ഒരു ചെറുക്കന് രണ്ട് പിള്ളേർ തമ്മിൽ ഫൈറ്റ് ഉണ്ടായിട്ട് അവൻ കരയാൻ തുടങ്ങി. അവൻ്റെ അപ്പനും അമ്മയും വന്നപ്പം അപ്പൻ്റെ അമ്മയുടെ മുന്നിൽ കരയില്ലെന്നൊക്കെയാ പഠിപ്പിച്ചു കൊടുത്തേക്കുന്നത്. കരയുന്നില്ല. അപ്പം ഇങ്ങനെ പോട്ടെ. പക്ഷെ കണ്ണുനീരിങ്ങനെ വരുന്നുണ്ട്. ഞാനവിടെ ഉണ്ട് ആ സമയത്ത്. കണ്ണുനീര് പുള്ളി ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്തോ പറ്റി, എന്തിനാ കരയെന്ന് ചോദിച്ചു. ഇല്ല, അത് വൈകിട്ട് 6 മണിയാകുമ്പോൾ എനിക്ക് അങ്ങനെ എല്ലാ പ്രാവശ്യവും കണ്ണുനീര് വരുന്നതാ എന്ന് പറഞ്ഞു. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് കണ്ണുനീര് അങ്ങനെ വരും. ഞാൻ കരയുന്നൊന്നുമല്ല കേട്ടോ, 6 മണിക്ക് അങ്ങനെ കണ്ണുനീര് വരുന്നതാണ്. ആക്ട് ചെയ്താലൊന്നും പറ്റത്തില്ല പിശാചിന്റെ അടുക്കൽ. ബി സ്ട്രോങ്. നിങ്ങളുടെ ഹൃദയം ദൈവസനിൽ ഉറയ്ക്കട്ടെ. പ്രതിസന്ധികളെ നിങ്ങൾ ജയിച്ചിരിക്കും. നിങ്ങളുടെ മുമ്പിൽ എല്ലാം പ്രതിസന്ധി ആകുമ്പോഴും നിങ്ങൾ പറയണം, ഇത് എൻ്റെ മുമ്പിൽ ദൈവം കൊണ്ടുവന്നതാ. എന്തിനാ? എൻ്റെ പ്രമോഷനാ. എൻ്റെ ലൈഫിൽ എവിടെയോ ക്ലെൻസിങ് നടക്കാനുണ്ട്. നിങ്ങളെ വിളിച്ച ദൈവത്തിൻ്റെ കൂടെ നിങ്ങൾ നിന്നാൽ ഉലകം ഇളകി മറിഞ്ഞ നിന്നെ തൊടാൻ പറ്റത്തില്ല. നിങ്ങളൊരു സ്തോത്രമോ ഒരു ഇൻസ്റ്റാൾമെന്റ് ആയിട്ടെങ്കിലും പറ. കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം കൂടെ ദൈവം അങ്ങ് തന്നോളൂ. ഉലകം ഇളകി മറിഞ്ഞ നിങ്ങൾ ദൈവത്തിൽ ഉറക്കുക കേട്ടോ. നോക്കിയേ, ഇനി വെളിപ്പാട് പുസ്തകം കൂടെ നോക്കിക്കേ. വെളിപ്പാട് പുസ്തകം 7:3. വെളിപ്പാട് പുസ്തകം 7:3. കണ്ടോ, എല്ലാം ഇളകി മറിയുമ്പം പറഞ്ഞില്ലല്ലോ, വെയിറ്റ്, ബാധയ്ക്ക് സമയം തന്നിട്ടുണ്ട്. വെയിറ്റ്. കടലും കരയും സകലവും ഇളകാൻ വേണ്ടി ദൈവം അനുവദിച്ചു. ബാധ തുറന്നു വിടാൻ പോകും. പക്ഷെ ദൈവം വെയിറ്റ്, എൻ്റെ ദാസന്മാരുടെ നെറ്റി ഞാൻ പോയി മുദ്രയിട്ട് കഴിയുവോളം ഒറ്റ ഇളകിയേക്കല്ല, അവരെ തൊടല്ല കേട്ടോ. എൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കോ സമുദ്രത്തിനോ എന്തോത്തിനൊക്കെ ആൻറ്റി, കടലിനോ മരങ്ങൾ യാതൊന്നിനും. എന്തോ ബ്രദറെ, എനിക്കിതൊക്കെ കാണുമ്പോൾ അത്ഭുതം. ബൈബിളിലെ വാക്യം കേട്ടിട്ടില്ല, നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് കാണുന്നു. നോക്ക, എബനേസർ, ദൈവം നിങ്ങളോട് കൂടെ. ഒരു സ്തോത്രം പറഞ്ഞേ കേട്ടോ. കർത്താവിൽ ബലപ്പെട്. ഇനി നോക്കിയേ, ഇതൊക്കെ വേഗത്തിൽ എത്ര സങ്കീർത്തനത്തിലാ നോക്കി. ഇത് ഒരു വെരി സിമ്പിൾ. എത്ര സങ്കീർത്തനത്തിൽ നോക്കി. ഇത്രയൊന്നും അല്ല, 150 സങ്കീർത്തനങ്ങളിലും എത്രയൊക്കെ വാക്കാ. ഡേ ആൻഡ് നൈറ്റ് നോക്കിയേ. 365 ദിവസവും ദൈവം പറയാ ഭയപ്പെടേണ്ട. കേൾക്കുന്നുണ്ടോ? 360 ദിവസം ദൈവം എന്താ പറയുന്നേ? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സൺഡേ പള്ളി വരുമ്പോൾ മാത്രമാണോ ദൈവം കൂടെയുള്ളേ? ആണോ? അല്ല, എല്ലാ സമയത്തും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ ഇതൊക്കെ ഇതിനകത്ത് എത്ര ഉദാഹരണം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. Their God changes the path of a rocket in a mid-air. അത് പഠിപ്പിച്ചായിരുന്നോ? പറഞ്ഞോ ദൈവമക്കളെ? പഠിപ്പിച്ചായിരുന്നു. അടുത്തത് 1973 ഒക്ടോബർ ഇസ്രായേൽ സിറിയ ബോർഡറിൽ മണൽ എക്സ്പോസ് ചെയ്ത് കൊടുത്ത് മൈൻ ഫീൽഡിനെ തുറന്നു കൊടുത്ത പറഞ്ഞായിരുന്നോ? അതിന്റെ വീഡിയോ ഉണ്ട്. വിൻഡ് എക്സ്പോസ്ഡ് മൈൻ ഫീൽഡ്. അടുത്തത്
1976 എയർ ഫ്രാൻസ് വിമാനം ഹൈജാക്ക് ചെയ്തതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട് അല്ലേ? കൊണ്ടുപോയി. ചലഞ്ചസ്. ഇത് ഇസ്രായേലിന്റെ ചരിത്രങ്ങളൊക്കെ പിന്നീട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാം. നോക്കിയേ, എത്ര ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് എന്ന് പറഞ്ഞൊരു മൂവി വരെയുണ്ട്. ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് എന്ന് പറഞ്ഞു. അടുത്തത് യോം കിപ്പൂർ വാർ. ഇതിന്റെയൊക്കെ ഹിസ്റ്ററിയൊക്കെ ഒത്തിരി ഞാൻ പഠിപ്പിക്കുന്ന. പക്ഷെ ഇന്ന് ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ ചരിത്രങ്ങളിൽ കൂടെ ആയിപ്പോ. ഇസ്രായേലിന്റെ ചരിത്രങ്ങളിൽ കൂടെ മോനെ ഇപ്പം നടന്ന യുദ്ധത്തിലും അതിനെ തെളിവുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എത്ര മിസൈൽസ് വിടുന്നേ! മിസൈൽസ് തന്നെ കടലിൽ പോയി. അവര് വീഡിയോ എടുത്തിട്ട് പറയാം, അതേണ്ട് പോകുന്നു മിസൈലെല്ലാം കടലിലോട്ട്. മഴ പെയ്യുന്ന പോലെ മിസൈൽ പോയി കടലിൽ പോയി വെള്ളം പൊട്ടിത്തെറിക്കുന്ന കാണാം. കടലിൽ പോവാം. മറ്റേ ഇവരുടെ ലാൻഡിലോട്ട് വരുന്നതിനെ അയൺ ഡൂം തകർത്തോളും. ലാൻഡിലോട്ട് വരുന്നത് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം ചത്തുപോയിട്ടില്ല. അവൻ ജീവിക്കുന്ന ദൈവമാ. ഏത് ടെക്നോളജിയും സകലവും അവൻ കൊടുക്കുന്നതാ. അവന്റെ നിയന്ത്രണത്തിലല്ലാതെ ഉള്ളത് ഏതുണ്ട്? പറഞ്ഞു. എല്ലാം മനുഷ്യന്റെ സകലതും, പ്രപഞ്ചത്തിന്റെ സകലതും ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ്. നിങ്ങൾ ഇത് കേട്ടിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഉറയ്ക്കും. പകൽ പറക്കുന്ന അസ്ത്രമാകട്ടെ, ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരിയാകട്ടെ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന, നിങ്ങളും കൂടെ പറഞ്ഞേ, നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലും ജീവിതത്തിലും സംഭവിക്കുക സംഹാരമാകട്ടെ, ഇതൊന്നും നിന്നോട് അടുത്തു വരികില്ല. അയ്യ ഇംഗ്ലീഷിൽ പറഞ്ഞു, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ, അവൻ നിന്നെ കൈകൾ. എന്തിനാ നീ ഭയപ്പെടുന്നത്? നിന്റെ മുൻപി കാവലുണ്ടോ? പറഞ്ഞു. ഉണ്ട്. പിൻപി കാവലുണ്ടോ? വശത്ത് കാവലുണ്ടോ? ഏതൊക്കെ എങ്ങനെ ബൈബിൾ എവിടെ വാക്യം പറയുന്നുണ്ട്? നിന്റെ വശത്ത് 1000 പേരും 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. നമ്മൾ മലയാളികളായോണ്ട് ഈ 4 വശം പറഞ്ഞാൽ ഇനി എവിടെ കാവലില്ലെന്നാണ് നമ്മുടെ പ്രശ്നം. അത് കണ്ടുപിടിക്കും. പക്ഷെ എന്നാലും മോളി കാവലില്ലല്ലോ അല്ലേ? നമ്മൾ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. മോളി കാവലുണ്ടെന്ന് ബൈബിൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തോ വാക്യം എന്തുവാ? പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളു. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ. അപ്പം നിങ്ങളുടെ മുകളിൽ കാവലുണ്ടോ? പറഞ്ഞോ, ദൈവമക്കളുടെ മുകളിൽ കാവലുണ്ടോ? ഉണ്ട്. ഇനി പാസ്റ്റർ എന്നാലും കീഴെ കാവൽ കാണത്തില്ലല്ലോ അല്ലേ? കീഴെ കാവലുണ്ടോ? ബൈബിളിലെ വാക്യം എന്തുവാ? അവൻ നിന്റെ ഉള്ളം കരങ്ങളിൽ വരച്ചിരിക്കുന്നു, വഹിച്ചിരിക്കുന്നു. നീ അവന്റെ കരങ്ങളിലാ. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ. നിങ്ങൾ ആരുടെ കയ്യിലാ? പറഞ്ഞേ, ആരുടെ കയ്യിലാ നിങ്ങൾ? അവൻ നിങ്ങളുടെ 360 ഡിഗ്രി ലെവൽ പ്രൊട്ടക്റ്റഡ് ആണോ? ആണോ വിജയനെ? ഒന്നിനെയും ഭയപ്പെടരുത്. ദൈവ പൈതലാണോ? നമ്മുടെ ലൈഫിലെ കുറവുകൾ കറക്റ്റ് ചെയ്യാൻ ചിലത് ദൈവം അനുവദിക്കും. അത് നിന്നെ തകർക്കാനല്ല, നിന്റെ കുറവിനെ കറക്റ്റ് ചെയ്യാനും, നിന്നെ കൂടുതൽ പ്യൂരിഫൈ ആക്കാൻ. ചിലപ്പോൾ എല്ലാം അസ്തമിച്ചെന്ന് തോന്നാം. നീ അന്നേരം സറണ്ടർ ചെയ്ത് കൊടുത്താൽ മതി. നിന്റെ ലൈഫിനെ സറണ്ടർ ചെയ്ത് കൊടുത്താൽ മതി. ദൈവം നിന്നെ എന്തു പറ്റും? ലിഫ്റ്റ് ചെയ്യും കേട്ടോ. നമ്മൾ ഇവിടെ എല്ലാം കണ്ടു. ഇനി നമ്മൾ എഫേസ് ലേഖനത്തിലേക്ക് പോവാം. എഫേസ് ലേഖനത്തിൽ ഈ പിക്ചർ ഇത് കാണിച്ച് ഓർക്കുന്നുണ്ടോ? പഠിപ്പിച്ചായിരുന്നു. ഇതിന്റെ വീഡിയോ ഉണ്ട്. അയൺ ഡൂമിന്റെ സിസ്റ്റം. ഇതൊക്കെ സമയം എടുത്ത് പഠിക്കേണ്ടതാ. ഓക്കെ, പോട്ടെ. ഇദ്ദേഹം പറയുന്നതുണ്ട്. ഓക്കെ, ഇത് വീഡിയോ കാണാൻ പോയ സമയം പോവും. ഓക്കെ, ഇതൊരു വീഡിയോ. ഇവിടം തൊട്ട് നമ്മൾ അടുത്ത യൂണിറ്റിലേക്ക് കയറുക. അടുത്ത യൂണിറ്റിലേക്ക് നമ്മൾ പഠിച്ചു സ്വർഗത്തിന്റെ കാവലുണ്ടെന്ന്. നമ്മൾ ഈ എഫേസ് ലേഖനം ചിന്തിക്കാൻ പോവാ. സ്വർഗത്തിന്റെ കാവലുണ്ട്. ഇതൊക്കെ കേൾക്കാൻ ഭയങ്കര ഉത്സാഹമാണ്. കാരണം ഭയങ്കര മോട്ടിവേഷനാണ്. അടിച്ച് തെങ്ങ കേട്ടുന്ന ടൈപ്പാ അല്ലേ? ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ ചെയ്യുന്ന ആസ. പക്ഷെ ഇനിയും പഠിക്കാൻ പോവാ. ഇനി നമ്മൾ അല്പം കൂടെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പോവാ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇസ്രയേലിന്റെ ലൈഫിൽ അറ്റാക്ക് വന്നത്?
ഇത് കാണും. പിന്നെ നമ്മൾ കാണും, ഇതങ്ങോട്ട് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത കാണാൻ പോവുക, എന്തുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ചിലത് അറ്റാക്ക് വരുന്നത്. ഒരു നന്മയുടെ സമയമായി സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഉയർച്ചയുടെ സമയമായി സന്തോഷിക്കാൻ പറ്റുന്നില്ല, പ്രമോഷന്റെ സമയമായി സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഒരു ബ്ലെസ്സിങ്ങിന്റെ സമയമായി സന്തോഷിക്കാൻ പറ്റുന്നില്ല, ഒരു വീട് വെക്കുന്നു, ഒരു കാർ എടുക്കുന്നു, വേണ്ട ആ കാർ എടുക്കാൻ വെച്ചിരുന്ന പണം മൊത്തം കൊണ്ടുപോയി. പിന്നെ അടുത്ത 2 വർഷം എടുത്ത് ഒന്ന് കാശ് ഉണ്ടാക്കി വെക്കാൻ വന്നു, അടുത്തൊരു ഹോസ്പിറ്റലിൽ പോക്ക് മൊത്തം പോയി. അടുത്തതെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചു, അടുത്ത വഴി കൂടെ പോയി. അടുത്ത 2 വർഷം ഇതെല്ലാം പോയി. ജീവിതത്തിൽ ഉയരാൻ പറ്റുന്നില്ല. എവിടെ പറ്റിയേ? ഞാൻ ചർച്ചിൽ പോകുന്നുണ്ട്, ഞാൻ സ്വത്രാഴ്ച കൊടുക്കുന്നുണ്ട്, ഞാൻ ടൈറ്റ് ഇടുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് പിന്നെയും എനിക്ക് പ്രശ്നം? എന്താണെന്നറിയാം? സ്പിരിച്വൽ വോള് നിങ്ങളുടെ ചുറ്റുമുള്ളത് എവിടെയോ ഇടിഞ്ഞുപോയി. അതുവഴി ശത്രു അവസരം നോക്കി കയറി വരും. കൊയ്യന്റെ സമയമാകുമ്പം അവൻ കയറി വന്ന് മൊത്തം കൊയ്തുകൊണ്ടാവും പോകും. എന്തു പറ്റി? വേലി പോയി, കാവല് പോയി. പക്ഷെ ബൈബിള് പഠിപ്പിക്കുന്നു എന്തുവെന്നറിയാമോ? നിനക്ക് കാവലുണ്ടെങ്കിൽ ശത്രുവിനെ ദൈവം അകറ്റി നിർത്തും. നമ്മൾ അങ്ങനെ ഡീപ്പിലോട്ട് ഇറങ്ങി എവിടെയെങ്കിലും ഉള്ള കാര്യങ്ങൾ ആഴത്തിൽ പഠിച്ച് ലാസ്റ്റ് യൂണിറ്റ് വരുമ്പോഴത്തേക്കിന് നിങ്ങളുടെ ലൈഫിന് ചുറ്റും ആ കാവൽ എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും എന്നാ പഠിക്കുന്നത്. ഇത് ബിൽഡ് ചെയ്തേ. പോലെ ഇന്നലത്തെ കോട്ടയത്തെ മീറ്റിംഗ് ഒക്കെ എന്തോ ഭയങ്കര പവർഫുൾ മീറ്റിംഗ് ആണെന്നറിയാം. മീറ്റിംഗ് കഴിഞ്ഞു, എല്ലാ ദൈവദാസന്മാരവിടെ വീട്ടിൽ ചെന്നു. കാരണം എല്ലാവരുടെയും ഇങ്ങനെ കാവൽ റിലീസ് ചെയ്ത് വിട്ടു. 4-5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേണം ഓരോരുത്തർ പോകാൻ. കോട്ടയത്തുനിന്ന് ഇടുക്കിക്ക് പോകണം, ഇടുക്കിയുടെ കമ്പം കുമളി അവിടെ താഴെ വരെ പോകണം, ചേറ്റുകുടി വരെ പോകണം നമ്മുടെ ടീമിലുള്ളത്. ചിലർ മാവേലിക്കരയ്ക്ക് പോകണം, ചിലർ ട്രിവാൻഡ്രത്ത് പോകണം, ചിലർ എറണാകുളത്ത് പോകണം, എനിക്കാണെങ്കിൽ ബാംഗ്ലൂർക്ക് വരണം. എവ്രിവൺ എല്ലാ വഴിയിലോട്ടും പോവാം, ലീഡേഴ്സ് എല്ലാം. പക്ഷെ ചില മീറ്റിങ്ങുകൾ കഴിഞ്ഞാൽ ഭയങ്കര മീറ്റിംഗ് കഴിയുമ്പോഴത്തേന് പോകുന്ന വഴി വണ്ടി ഇടിച്ചു, അടുത്തൊരാൾ ഹോസ്പിറ്റലായി, അടുത്തൊരാൾ ചില ചർച്ചകളിൽ. അപ്പൊ പിന്നെ ഇവർക്ക് ആത്മീയ ശുശ്രൂഷ ഒന്നും ചെയ്യണ്ട, ഒരു സങ്കീർത്തനം വായിച്ച് എല്ലാം നല്ലതാണ്, അങ്ങനെ പോയി ഇങ്ങനെ പോയി കഴിഞ്ഞു. വിശ്വാസികൾ മൊത്തം കെട്ടപ്പെട്ടു പോയി. ഫൈറ്റ് ചെയ്യുന്നവർക്ക് എന്തോ പറ്റും? എങ്കിൽ മാത്രമേ ആത്മാക്കൾ വിടുതലാകത്തുള്ളൂ. സ്പിരിച്വൽ മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ യുദ്ധമെന്നാണ്. ഈ യുദ്ധത്തിൽ നീ ആദ്യമേ കവറിങ് ആണ്. അതാ ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ഇല്ലെങ്കിൽ കവറിങ് ഇല്ലാത്തതുകൊണ്ട് അറ്റാക്ക് വരും. നോർമലായിട്ടിരിക്കുന്ന ആൾക്കാരെ മാകപ്പാടെ മാറ്റിക്കളയും. പിശാച് ബോംബിടുന്നത് എവിടാന്നറിയാം? ആദ്യം പിശാച് ബോംബിടുന്നത് നിങ്ങൾ എഴുതി വെച്ചു, സഭയ്ക്കകത്തല്ല ബോംബിടുന്നത്, വീടിനകത്തല്ല ബോംബിടുന്നത്. എവിടെ ബോംബിടുന്ന പിശാച്? ആദ്യം ബോംബിടുന്ന പിശാചിന്റെ സ്ഥലമാണ് എടുക്കുന്നത്. ഇവിടെ ഒരു ബോംബിട്ടാ മതി, ഇവിടെ ഒരു ബോംബിട്ടാ മതി. നിങ്ങളുടെ കുടുംബത്തിൽ വഴക്കുണ്ടാക്കണം, എവിടെ ബോംബിടും പിശാച്? പറ. നിങ്ങളുടെ ജോലി സ്ഥലത്ത് പിശാചിന് നിങ്ങളെ പുറത്തിറക്കണം. പിശാച് എവിടെ ബോംബിടും? പറഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എവിടെ ബോംബിടുന്നേ? കാണിച്ചു, എവിടെ ബോംബിടും? കൂടുള്ള ഒരുത്തൻ്റെ ഇവിടെ ബോംബിടും. അവൻ്റെ അവിടെ വന്ന് ബോംബിട്ടിട്ടു. പിന്നെ നിങ്ങളെ കാണുന്ന സമയം തൊട്ട് ആ പുള്ളിക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങളോട് ജലസി. എന്തിനാ ജലസി? നിങ്ങൾ ഓർക്കടെ എൻ്റെ കൂടെ നടന്നതാ. എന്തിനാ ജലസി? എന്തിനാ? പിന്നെ നിങ്ങളെ കാണുമ്പോൾ അവർക്കങ്ങ് അവൻ്റെ അകത്തെ പിശാചിന്റെ പരിപാടി അവൻ ഓപ്പണ്ട. അവൻ്റെ ശരീരത്തിൽ കൂടെ നിങ്ങളോട് വർക്ക് ചെയ്യാം. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്ന് കേൾക്കും. പറഞ്ഞോ, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ അതിനെ ജയിക്കണം. എങ്ങനെ ജയിക്കുന്നത്? അത് പഠിപ്പിക്കാം. ജയിക്കാം. കള്ളപ്പിശാചിന്റെ മൊത്തം തന്ത്രങ്ങളെയും ജയിക്കാൻ പറ്റും. ചിലപ്പോൾ എനിക്കറിയാം, ഇത് ലൈവ് റെക്കോർഡിങ്ങും പോകുന്നുണ്ട്. ചില മീറ്റിംഗ് നടന്നു. എന്നോടൊരിക്കൽ കർത്താവ് പറഞ്ഞു, എൻ്റെ കൂടെയുള്ള 4 പാസ്റ്റേഴ്സ് ഉണ്ട്, വർഷങ്ങൾക്ക് കുറേ, ഇപ്പോഴത്തെ ഒന്നുമല്ല, 4 പാസ്റ്റേഴ്സ്. എന്നോട് കർത്താവ് പറഞ്ഞു, ഈ 3 പാസ്റ്റേഴ്സിനെയും പിശാച് തിരിക്കുന്നു. 3 പാസ്റ്റേഴ്സിനെ ഈ പ്രാവശ്യത്തെ മീറ്റിങ്ങോടുകൂടെ പിശാച് നിങ്ങളെ അടിച്ചു പിരിക്കാൻ ശ്രമിക്കുക.
ഈ പ്രാവശ്യത്തെ മീറ്റിങ്ങോടുകൂടെ നിങ്ങളെ അടിച്ചു പിടിക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ ദൈവദാസന്മാരെ 3 പേരെയും വിളിച്ചു, ഞാനും കൂടെ കൂടിയിരുന്നു. ദൈവദാസന്മാരെ, നമ്മൾ മീറ്റിംഗ് നടത്തുക. നമ്മൾ നടത്തിയ മീറ്റിംഗ് ഒക്കെ ദൈവം മാനിച്ചു. ഈ പട്ടണത്തിൽ, ഏത് പട്ടണമാണെന്ന് പോലും ഞാൻ പറയുന്നില്ല, ബാംഗ്ലൂർ അല്ല, കർണാടക അല്ല, ഈ പട്ടണത്തിന് അത് അനുഗ്രഹമായി ദൈവം നമ്മൾ ഉപയോഗിച്ചു. ഈ പ്രാവശ്യത്തെ മീറ്റിങ്ങിനകത്ത് ഡിസ്യൂണിറ്റി കൊണ്ടുവരാൻ, നമ്മളെ തല്ലിപ്പിരിപ്പിച്ച് 4 വഴിക്കോട്ട് വിടാൻ പിശാച് വാദിക്കുക. സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളി പിന്നെയും പ്രോബ്ലം ഉണ്ടാക്കി. ഞാൻ ആ പുള്ളിയോട് ഇച്ചിരി കാര്യമായിട്ട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ കാണിച്ച പണി ശരിയായില്ലെന്ന് പറഞ്ഞു. എന്തു പറ്റി? 4 വഴിക്കൂടെ പോയി. അതോടുകൂടി അവിടുത്തെ മീറ്റിംഗ് പിന്നീട് നടന്നിട്ടില്ല. പറ്റിയെന്തോന്നറിയാം, അവിടെ ഇതിനകത്ത് പിശാചിന്റെ കരുവായിട്ട് ഏൽപ്പിച്ചു കൊടുത്തൊരു പുള്ളി ഉണ്ടായിരുന്നു. ആ പുള്ളി സ്ട്രഗിൾസിൽ കൂടെ പോയി. പുള്ളിയുടെ ശുശ്രൂഷ പോലും മങ്ങിപ്പോയി. എന്നോട് കഴിഞ്ഞ ദിവസം കർത്താവ് പറഞ്ഞ, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ, വർഷങ്ങൾ കഴിഞ്ഞിപ്പം കഴിഞ്ഞ കുറച്ച് മാസം പുള്ളി എന്നെ കുറിച്ച് ഒത്തിരി അപവാദം പറഞ്ഞു. എനിക്ക് ചർച്ച പോലും ഇല്ല ആ സമയത്ത്. എന്നോട് കർത്താവ് പറഞ്ഞു, ആ വ്യക്തിയെ വിളിച്ച് നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ ആ വ്യക്തിയുടെ ലൈഫിൽ ഉയർച്ച ഉണ്ടാകൂ. എന്നോട് കർത്താവ് പറഞ്ഞു. ഞാൻ പുള്ളിയോട് ക്ഷമിച്ചു. ഞാൻ പണ്ട് തൊട്ടേ പുള്ളി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. എന്നോട് കർത്താവ് പറഞ്ഞു, ആ വ്യക്തിയെ വിളിച്ച് നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക്, ഞാൻ ആ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യും. തൻ്റെ വൈഫിനെ കോണ്ടാക്ട് ചെയ്തു. 2 പേര് ഫോൺ എടുക്കുന്നു. ഞാൻ കർത്താവ് ഞാൻ വിളിച്ചു. എന്നെ വിളിച്ചാൽ ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ പിശാച് എങ്ങനെ പ്രവർത്തിക്കുന്നത്? ചില മീറ്റിങ്ങുകൾ പട്ടണത്തിൽ ഭയങ്കര കോളിളക്കം സംഭവിച്ച മീറ്റിംഗ് പോലെ നടന്ന മീറ്റിംഗ് ഒരു ദൈവദാസന്റെ തലയ്ക്കകത്ത് കയറിയ മറ്റൊരു പുള്ളി അതിന് കൂട്ടുനിന്നു. 2 എണ്ണത്തിന്റെ ശുശ്രൂഷ ഇന്ന് വരെ വളർന്നിട്ടില്ല. 2 എണ്ണത്തിന്റെ ശുശ്രൂഷ വെള്ള ഷർട്ട് ഇട്ടിട്ടുണ്ട്, എല്ലാ ദിവസവും ഷേവ് ചെയ്ത് ക്ലീൻ ഷേവ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും പിശാചിന്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ശരീരം തുറന്നു കൊടുക്കരുത്. നിങ്ങളുടെ കുടുംബജീവിതത്തെ തകർക്കണമെങ്കിൽ പിശാച് എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു പറ. എവിടെ ബോംബിടും? പിശാച് എവിടെ ബോംബിടുന്നേ? സഭയെ തകർക്കണമെങ്കിൽ എവിടെ ബോംബിടും? ഇവിടെ വന്ന് ബോംബിടുവോ? പറ്റത്തില്ല. എവിടെയെങ്കിലും പിശാചിന്റെ ഓപ്പണിംഗ് ഉള്ള ഒരുത്തൻ്റെ അകത്തൂടെ കയറിയിട്ട് അവൻ്റെ ബോംബിട്ടിട്ട് പോകും അല്ലേ? നിങ്ങളുടെ ജോലി സ്ഥലത്തു നിന്ന് നിങ്ങളെ തകർക്കണമെങ്കിൽ പറഞ്ഞു കൊടുക്കണമെങ്കിൽ എന്തോ കൊടുക്കും? നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരുത്തൻ്റെ അകത്തോ ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അവൻ്റെ അകത്ത് കയറി ബോംബിട്ടിട്ട് പോകാമോ? നിങ്ങളിത് തിരിച്ചറിഞ്ഞ് ബിൽഡ് ചെയ്യണം. ബിൽഡ് ചെയ്യാൻ പറ്റും. ചിലതവന്മാരും ബ്രദറെ എന്നൊക്കെ അസൂയ എടുത്തുകൊണ്ട് കഴിച്ച് ചിരിച്ചിങ്ങനെ വന്നാലും നിന്റെ അടുക്ക വരുമ്പോൾ നടക്കത്തില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഫലിക്കത്തില്ല. ആൻറ്റി, അസൂയ നിറഞ്ഞവർ നിങ്ങളുടെ ബിസിനസ് കാണുമ്പോൾ, നിങ്ങളുടെ എനർജി കാണുമ്പോൾ, നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ, നിങ്ങളുടെ ആ ഉത്സാഹം കാണുമ്പോൾ, പിശാചിനെങ്ങനെ ഏതെങ്കിലും ഇയ്യോബിന്റെ ആടൊന്ന് ഒത്തി നടക്കുന്നത് കണ്ടായിരുന്നെങ്കിൽ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. എല്ലാം ഒന്ന് തുള്ളിച്ചാടി നടക്കുന്നു. ആട് പോലും തുള്ളിച്ചാടി നടക്കാം അല്ലേ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ഉത്സാഹം, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ബ്ലെസ്സിങ് കാണുമ്പം പിശാചിന് സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇന്നത്തെ ആൾക്കാർക്ക് പൊളൈറ്റായി, അവരെല്ലാം ചിരിച്ചുകൊണ്ട് വരും. പക്ഷെ ഉള്ളിലെന്തോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ മോനെ അല്ലേ? നിങ്ങൾക്ക് ഇതിനെല്ലാം ജയിക്കാൻ പറ്റും. നിങ്ങൾ എഴുതി വെക്ക്. ഇതൊക്കെ ഞാൻ അനുഭവത്തിൽ ഇത് കൂടെ പറയുന്ന. എഴുതി വെക്ക്. നിന്റെ ചുറ്റിനും തീമതിൽ ഇറങ്ങി വന്ന നീ ആരോടും ജലസിക്ക് പോകൽ. നീ പോയി കഴിഞ്ഞാൽ നീ ശാസിക്കുമ്പോൾ അമ്പിശാജി പറയാൻ നിന്റെ അകത്ത് ഞാൻ ഇരിക്കുക, പിന്നെ എങ്ങനെ ഞാൻ പോകുന്നത് ചോദിക്കും. നീ ആരെ ശാസിക്കുന്നത്? എന്നെയോ? ഞാൻ നിന്റെ അകത്ത് ഇരിക്കുക, പിന്നെ എങ്ങനെ ഞാൻ പോകുന്നു? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി നിങ്ങൾ അനുഗ്രഹിക്കുക. നിങ്ങളെ ഉപദ്രവിക്കുന്നതിനെ വചനം പറയുന്നത് അനുഗ്രഹിക്കുക. ഞാൻ അങ്ങനെ ചെയ്യുക, അനുഗ്രഹിക്കുക. എനിക്ക് ഉപദ്രവം ചെയ്തവരെല്ലാം ഉണ്ട്, ഞാൻ അങ്ങ് അനുഗ്രഹിക്കുക. ദോഷം ചെയ്യാൻ വരുന്നവനെ അങ്ങ് അനുഗ്രഹിക്കുക. തൊഴിക്കാൻ വരുന്നവനെ എന്തോ എടുക്കുക? അനുഗ്രഹിക്കുക.
നീ അനുഗ്രഹിക്കപ്പെട്ടു പോകും. എനിക്ക് ചിലപ്പോൾ ദോഷം ചെയ്യാനായിരിക്കും നീ വന്ന, ദോഷമായിരിക്കും ചെയ്തത്. തമ്പുരാൻ എനിക്ക് അതങ്ങ് നന്മയ്ക്കാക്കി തന്നു. പ്രതികാരം വേണ്ട, പ്രതികാരം വേണ്ട. നമ്മൾ ഇനിയും കുറയട്ടെ. ഞാൻ ഇനിയും കുറയാനുണ്ട് കേട്ടോ. നമ്മൾ ഇനിയും കുറയട്ടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്കുണ്ട് എൻ്റെ ഒരു സ്വഭാവം കൂടെ ഞാൻ പറയാം. ദൈവം നിങ്ങൾ എനിക്ക് ദൈവം തന്ന ദൈവമക്കളാണ്. നിങ്ങൾക്ക് പഠിക്കാനും കൂടെ ഉള്ള രീതിയിലൊക്കെ പറയാം. ഞാൻ ഇടയ്ക്ക് ഓർത്തു, ചില ആൾക്കാരൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോൾ രണ്ടെണ്ണം അവിടെ വെച്ച് പറഞ്ഞിട്ട് പോകണം. ചിലതൊക്കെ മിണ്ടാതിരിക്കണം, ചിലതൊക്കെ മിണ്ടാതിരുന്ന് കുറേ നേരം കേൾക്കണം. പുള്ളി ഒരു പക്ഷേ ടെൻഷൻ കൊണ്ട് പറഞ്ഞായിരിക്കും. പിന്നെയും പുള്ളി ചൊറിഞ്ഞുകൊണ്ട് വരുന്ന രണ്ടെണ്ണം അവിടെ ഇട്ടും കൊടുത്താൽ മതി എന്ന് ഓർത്തു. എനിക്കാണെങ്കിൽ കൊടുക്കാൻ അറിയുകയും ചെയ്യാം. കാരണം കുറേ വർഷങ്ങളായിട്ട് സ്റ്റേജിൽ ഇരിക്കുന്നതല്ലേ. അപ്പം പിന്നെ കൊടുക്കാനും മേടിക്കാനും കൊടുത്തും മേടിച്ചും പഠിച്ചതുകൊണ്ട് കൊടുക്കാനും അറിയാം. ഇതൊക്കെയായിരുന്നു എൻ്റെ ചിന്ത. പക്ഷെ ബൈബിൾ പഠിപ്പിച്ചെന്ന് പറഞ്ഞു, നിനക്ക് കൊടുക്കാനല്ല നിന്നെ ഞാൻ പഠിപ്പിച്ചേ. എന്നെ ബൈബിളിൽ ഒരു വ്യക്തിയെ, രണ്ട് വ്യക്തികളെ കാണിച്ച്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരു വ്യക്തി. ഒന്നാമത്തെ വ്യക്തി മോശയാണ്. മോശയ്ക്ക് കഴിവില്ലാത്തതായിരുന്നോ? സൈന്യാധിപൻ. പുള്ളിയുടെ അത്രയും സ്ട്രോങ് മെന്റൽ കപ്പാസിറ്റിയും ഡിറ്റർമിനേഷനും ഉള്ള ആരുണ്ടായിരുന്നു പാളയത്തിനകത്ത്? 30 ലക്ഷം പേര്. പറ, നിങ്ങളെ ഇപ്പം ചലഞ്ച് ചെയ്യാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഒരുമിച്ച് ഒരു ഇതിനകത്ത് കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പോൾ ഇവിടേക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ പറ്റും. ഒരു ചർച്ചിൽ 30 പേരുണ്ട്. 30 പേരെ പാസ്റ്റർ വെള്ളം കുടിക്കണം. പാസ്റ്റർ 30 കുപ്പി വെള്ളം കുടിക്കണം. പക്ഷെ മോശ 30 ലക്ഷം എണ്ണത്തെ, അതിൽ ഒത്തിരി എണ്ണത്തെ കാളക്കുട്ടിയെ അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ കലക്കി മൊത്തം എണ്ണത്തെ കുടിപ്പിച്ചോ? എന്നോ ഡിറ്റർമിനേഷനോ, മെന്റൽ കപ്പാസിറ്റിയാ. 30 ലക്ഷം പേരെ നയിക്കുക എന്ന് പറഞ്ഞ എന്തോ മെന്റൽ കപ്പാസിറ്റിയാ. ഈ പുള്ളിയുടെ നേരെ പിറുപിറുക്കും. സ്വന്തം സഹോദരി മിരിയാം പിറുപിറുത്തു. സ്വന്തം സഹോദരൻ അഹരോൻ പിറുപിറുത്തു. പുള്ളി രക്ഷ വേണ്ടിയോ? ഇന്നർ കപ്പാസിറ്റി ഉള്ളവന് മാത്രമേ മിണ്ടാതിരിക്കാൻ പറ്റത്തുള്ളൂ. ഇമോഷണൽ സൈക്കോളജിക്കൽ സ്ട്രെങ്ത് ഉള്ളവന് മാത്രമേ. സ്ട്രെങ്ത് ഇല്ലെങ്കിൽ കണ്ടതിനും കേട്ടതിനും എല്ലാം നാവിട്ട് അടിച്ചുകൊണ്ടിരിക്കും. ചിലരെ അറിയാം. ചിലരുടെ വർത്താനം പറച്ചിൽ കേൾക്കുമ്പോൾ അറിയാം അവരുടെ ഇമോഷണൽ കപ്പാസിറ്റി എന്തുവാണ്. ഞാനിത് ഇന്നലെയും പോയി പഠിപ്പിച്ചിട്ട് വന്ന ഇമോഷണലും പേഴ്സണാലിറ്റിയും ക്യാരക്ടറും ഇതെല്ലാം പഠിപ്പിച്ചിട്ട് വന്ന ത്രൂ വർക്ക്ഷോപ്പ് വഴി. ചില ആൾക്കാരുടെ ബിഹേവിയർ കാണുമ്പോൾ അറിയാം. ചില ആൾക്കാർക്ക് സന്തോഷം വന്നു കഴിഞ്ഞാൽ അവർ ഒത്തിരി അങ്ങ് സംസാരിക്കും. അത് എന്തൊക്കെയുണ്ട് പറയാൻ സന്തോഷമാണ്. ചിലർക്ക് ദുഃഖം വരുമ്പോൾ ഞങ്ങൾക്ക് ദുഃഖമൊന്നുമില്ല കേട്ടോ എന്ന് പറയുന്നത് ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ. ചിലർക്ക് ദുഃഖം വരുമ്പോൾ സംസാരിക്കുന്നതിനകത്തൂടെ അറിയാം മോഡുലേഷൻ അല്ലേ. പക്ഷേ മോശ നോക്കി, കപ്പാസിറ്റി ഉള്ളവൻ എല്ലായിടത്തും. ഏത് കപ്പാസിറ്റിയാ? 6 പാക്ക് ഉള്ളവനോ, അതോ ഫാമിലി പാക്ക് ഉള്ളവനോ, അതോ ഇന്നർ കപ്പാസിറ്റി ഉള്ളവൻ എല്ലായിടത്തും കയറി മിണ്ടത്തില്ലെന്ന് ബൈബിൾ എന്നെ പഠിപ്പിച്ചു. അപ്പോഴെനിക്ക് മനസ്സിലായി എനിക്ക് ബലമില്ലായിരുന്നു. കണ്ടതിനും കേട്ടതിനും എല്ലാം കയറി വർത്താനം പറഞ്ഞതിന്. അപ്പൊ എനിക്കിത് കേട്ടപ്പോൾ എൻ്റെ ഇമോഷണലി എന്തോ ഇല്ലായിരുന്നു. നിങ്ങൾ അതുകൊണ്ടായിരിക്കും മിണ്ടാതിരിക്കുന്നത്. സ്വോത്രമെങ്കിലും പറയാം, അതോട് ഒന്ന് കേട്ടിട്ടെങ്കിലും. നിങ്ങൾക്ക് ഭയങ്കര കപ്പാസിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര കപ്പാസിറ്റി, അതുകൊണ്ടായിരിക്കും ആരും സ്വോത്രം പോലും പറയാതിരിക്കുന്നത്. രണ്ടാമത്തെ, എൻ്റെ കർത്താവ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എത്ര ചോദ്യം ചോദിച്ചു, അപവാദം പറഞ്ഞു, എന്തിനെങ്കിലും മറുപടി പറയാൻ പോയോ? എന്താ മറുപടി പറയാൻ പോവാ? ഞാൻ പീലാത്തോസ് ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവ്? ഞാൻ യഹൂദന്മാരുടെ രാജാവുമാണ്, എല്ലാം. അവര് ചോദിച്ചു, മഹാപുരോഹിതൻ ചോദിച്ചു, നീയാണോ വരാനുള്ള മശിക? പറഞ്ഞു, ഞാൻ വരാനുള്ള മശിക തന്നെയാണ്, ഞാൻ മയകത്തിൽ വരുന്നത് നിങ്ങൾ കാണുകയും ചെയ്തു. പുള്ളിയുടെ വസ്ത്രം കീറി. കാരണം പുരോഹിതന്റെ വസ്ത്രം ഒരിക്കലും കീറല്ലെന്ന പഴയ നിയമത്തിന്റെ പ്രമാണം. കീറിയാൽ പൗരോഹിത്യം കഴിഞ്ഞു. ഞാൻ ആണയിട്ട് ചോദിക്കുന്നു, കാരണം അത് ലേവ്യ പുസ്തകത്തിലെ പ്രമാണമാണ്. ഒരു മഹാപുരോഹിതൻ ലാസ്റ്റ് കാര്യമാണ്. ഒരാൾ കുറ്റം നിഷേധിക്കണമെങ്കിൽ ഫൈനൽ കാര്യമാണ്, ഫൈനൽ കാര്യം.
ദൈവത്തെ കൊണ്ട് ആണയിട്ട് ചോദിക്കുക. അങ്ങനെ ചോദിക്കല്ലെന്ന്, ദ ഫൈനൽ വേർഡാണ്. ദൈവത്തെ കൊണ്ട് ആണയിട്ട് ചോദിക്കുന്നു. ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. അത് ആ പറയുന്ന വേർഡ് ചോദിക്കുന്ന ആളും ചോദിക്കല്ല, ഫൈനൽ ചോദ്യമായിരിക്കണം. പറയുന്ന ആള് ഫൈനൽ ആയിരിക്കണം. അഥവാ അത് തെറ്റിച്ച് പറഞ്ഞ ദൈവദൂഷണോ. പക്ഷെ ഇത് യേശു കർത്താവ് എന്തോ മറുപടി പറഞ്ഞേ? അന്നേരം പറയുന്നേ ദൈവദൂഷണോ നീ പറഞ്ഞത്, ഞാനാ മശിക എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വല്ല ലേവ്യ പുസ്തകത്തിലെ പ്രമാണമാണ് ദൈവത്തെ കൊണ്ട് ആണയിട്ട് ചോദിക്കൽ. അതിന്റെ പല മെത്തേഡും ഉണ്ട് അതിന് മനസ്സിലാക്കാൻ. പക്ഷെ ലാസ്റ്റ് മഹാപുരോഹിതന്റെ മുന്നേ കൊണ്ടുവന്ന് ആണയിട്ട് ചോദിക്കണം. ആ മഹാപുരോഹിതൻ ആണയിട്ട് ചോദിക്കും. നമ്മുടെ കർത്താവ് എന്തെങ്കിലും വർത്താനം പറഞ്ഞോ? നിങ്ങൾ ഞാനിനി ഇത് പഠിപ്പിച്ചിട്ട് നിങ്ങളിൽ നിന്ന് ഒരു വർത്താനവും പ്രതീക്ഷിക്കണ്ടെന്ന് തോന്നുന്നു. ഓൾറെഡിയേ നിങ്ങൾ മിണ്ടാറില്ല. സൈലന്റ് ആയിട്ടൊന്ന് കേട്ടുക. നമ്മുടെ നേരെ കുറ്റം പറയുമ്പം, നിങ്ങളുടെ നേരെ അപവാദം പറയുമ്പം നിങ്ങൾ എന്തോ ചെയ്യണം? മിണ്ടാതിരിക്കണം. ഒത്തിരി നേരം വിജിനെ കൊള്ളത്തില്ല, വിജിൻ അങ്ങനാണ്, വിജിന് ക്രിക്കറ്റ് കളിക്കാൻ അറിയാം, ഇങ്ങനെ പറയുമ്പം എല്ലാം കേട്ടിട്ട് വിജിൻ ലാസ്റ്റ് ചോദിക്കണം, അയ്യോ ഓക്കെ നീ നോർമൽ ആണോ എന്ന് ചോദിക്കണം. അപ്പൊ ഇവന്റെ കിളി പൊക്കോളൂ. ചോദിച്ചവന്റെ എല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് ചോദിക്കണം, അയ്യോ ഓക്കെ ഇന്നെല്ലാം ഗുളിക എല്ലാം കഴിച്ചായിരുന്നു ചോദിച്ചാൽ മതി. നിങ്ങൾ പ്രതികരിക്കാൻ പോയാലോ, ഞാൻ അങ്ങനല്ല, ഞാൻ നല്ലവണ്ണം കളിക്കും, ഞാൻ നല്ലവണ്ണം ജോലി ചെയ്യും, ഞാൻ കാണിച്ചു തരണോ? നീ എന്തിനാ കാണിച്ചു കൊടുത്തു? ഇവന്റെ സർട്ടിഫിക്കറ്റ് വേണോ നിനക്ക്? കാണിച്ചു കൊടുത്തു ഇവന്റെ സർട്ടിഫിക്കറ്റ് വേണോ? ഞാൻ അങ്ങനെ സ്ട്രെങ്ത്. ചിലർക്ക് പുറമേ സ്ട്രെങ്ത് ഉണ്ട്, അകത്തൊരു സ്ട്രെങ്തും ഇല്ല. ചിലർക്ക് നിങ്ങളുടെ പുറമെ എത്ര സ്ട്രെങ്ത് ഇല്ലെങ്കിലും അകത്ത് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ എവിടെ വീണാലും നിങ്ങൾക്ക് എഴുന്നേക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഫിസിക്കലി വലിയ മസിലും പരിപാടികളും ഒന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ അകത്ത് ബലമുണ്ടോ, നിങ്ങളെ വീഴ്ത്താൻ പറ്റത്തില്ല. നിങ്ങൾ എഴുന്നേറ്റ് വരും. പൗലോസ് കൂനിയ വ്യക്തി അടിച്ചുടച്ച് വിട്ട് എടുത്ത് വേസ്റ്റ് കളഞ്ഞിട്ട് പോയി നാട്ടുകാർ. പുള്ളി അടുത്ത ദിവസം എഴുന്നേറ്റ് അവിടെ തന്നെ പ്രസവിച്ചു, അപ്പുറത്തോട്ട് മാറി പ്രസവിച്ചു. പുള്ളിയുടെ ശരീരത്തിന്റെ ബലമാണോ? അത് അകത്ത് വ്യാപരിച്ച ദൈവവചനത്തിന്റെ ബലമാണ്. നിങ്ങളുടെ നേരെ അബോധം പറയുമ്പോഴും കുറ്റം പറയുമ്പോഴും എന്തോ എടുക്കല്ല. നമുക്ക് എഫേസ്യ ലേഖനത്തിലേക്ക് വരാം. എൻ്റെ സമയം കഴിഞ്ഞു. ഇനി നാളെ അടുത്ത ആഴ്ച എഫേസ്യ ലേഖനം 6 പ്രസംഗിക്കാനായിരുന്നു. വ്യക്തിപരമായി നിങ്ങളുടെ ലൈഫിനെ ഇന്ന് പറഞ്ഞത് കറക്റ്റാ. വ്യക്തിപരമായി നിങ്ങളുടെ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഞാൻ ഇതിന്റെ തുടക്കം ഇട്ട് തരാം. എഫേസ്യ ലേഖനം 6 തുടങ്ങുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർക്കേണ്ടതിന് എങ്ങനെയാ പറയുന്നേ? ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണം. 10-ാം വാക്യം 6:10 വായിച്ചു. ഫൈനലി ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. അങ്ങനെ ഇംഗ്ലീഷിൽ തുടങ്ങുന്നത്. എഫേസ്യർ 6:10 മലയാളത്തിൽ വായിച്ചാട്ടെ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുക. ഓക്കെ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. എന്തിന്റെ ഒടുവിൽ പറഞ്ഞു? എന്തിന്റെ ഒടുവിൽ? എന്തിന്റെ ഒടുവിലാ? നമ്മൾ ഈ ഒടുവിൽ എന്നുള്ള വാക്ക് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാം? ഒടുവിൽ എന്നുള്ളത് ഞാൻ ഒടുവിൽ എന്തുവാന്ന് പറയാം. ഒടുവിലല്ല, അത് ആദ്യം തൊട്ടേ പഠിച്ചു വരുമ്പോഴേ അതിന്റെ ഒടുവിൽ എന്തോന്ന് അറിയത്തുള്ളൂ. പക്ഷെ നമ്മൾ ഒടുവിൽ നിന്ന് മനസ്സിലാക്കിയെന്ന് അറിയാം. ഉദാഹരണം, നമുക്കൊരു രോഗം വന്നു, നമ്മൾ എവിടെ പോകും? ഹോസ്പിറ്റലിൽ പോകും. അവിടെ ചെന്ന് ശരിയായില്ല, എവിടെ പോകും? വലിയൊരു ഹോസ്പിറ്റലിൽ പോകും. അവിടെ ഞാൻ ശരിയായില്ലെങ്കിലോ അതിനെക്കാട്ടും വലിയ ഹോസ്പിറ്റലിൽ പോകും. അവിടെയും പോയി ശരിയായില്ലെങ്കിലോ
സ്പെഷ്യലിസ്റ്റ് ഇപ്പോൾ അവിടെ നിന്ന് ശരിയായില്ലെങ്കിലോ മെഡിക്കൽ കോളേജിൽ പോയി, അവിടെ ശരിയായില്ലല്ലോ നമ്മൾ തിരുവനന്തപുരത്തോ കാരണം വേറെ എവിടെയെങ്കിലുമൊക്കെ മംഗലാപുരത്തൊക്കെ പോകും, അവിടെ ശരിയായില്ലല്ലോ. ഒടുവിൽ നമ്മൾ പള്ളി വരും. നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്ന ആ വാക്യം അങ്ങനെയാണ്. ഒടുവിൽ കർത്താവിൽ ഒരു അമിതബലത്തിൽ ശക്തിപ്പെടാനല്ലേ ബൈബിൾ പറയുന്നേ. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും? പിന്നെ ഒടുവിൽ എന്തോ പറ്റി? നിങ്ങളാരും മിണ്ടാത്തെ. ഒടുവിൽ പിന്നെന്തോ വരും? നമ്മൾ പള്ളി വരും. അങ്ങനല്ല വീട്, അങ്ങനല്ല വീട്. സാത്താന്റെ ഒടുവിൽ കർത്താവിലും അവൻ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. ഇനിയും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് അവന്റെ സർവായുധവർഗം ധരിക്കും. എന്തോ സകലവും സമാപിച്ചിട്ട്? എന്തോ കാര്യങ്ങൾ ഭയങ്കര മിസ്റ്ററിയാണ്, ഭയങ്കര മിസ്റ്ററിയാണ്. പക്ഷെ ഈ ഒടുവിൽ എന്തുവാന്ന് ഉള്ള ചെറിയൊരു തുടക്കം ഇട്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒടുവിൽ എന്നുള്ള വാക്ക് മനസ്സിലാക്കണമെങ്കിൽ തുടങ്ങുന്നത് 4-ാം അധ്യായം തൊട്ട്. 4-ാം അധ്യായം. നമ്മുടെ ലൈഫിൽ സാത്താന് കയറി വരാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഓരോ ഏരിയകളും കാണരുത്. നമ്മുടെ സറൗണ്ടിങ്ങിൽ അത് തുടങ്ങുക. ഇന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയ സമയം കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഒരു ടിപ്പ് പറഞ്ഞു വിടുക. നിങ്ങളുടെ ആ ഏരിയ എന്തൊക്കെയാന്ന് ഞാൻ പറയാം. എവരിവൺ അടുത്ത ആഴ്ച ആ വിഷയം നിങ്ങൾ കേൾക്കണം, അടുത്ത ആഴ്ച കേൾക്കണം. പക്ഷെ എന്നിട്ട് പറയുക, നിങ്ങൾ ആദ്യം രക്ഷ എന്ന ശിരസ്ത്രം, അതിന് ബൈബിളിലെ ഓർഡർ വേറെയാ. രക്ഷ എന്ന ശിരസ്ത്രം, നീതി എന്ന കവചം, അരയ്ക്ക് സത്യം എന്ന ബെൽറ്റ്, സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലി ചെരുപ്പാക്കണം, വിശ്വാസം എന്ന പരിച, വചനമെന്ന ആത്മാവിന്റെ വാൾ. ഇതാണ് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വിശ്വാസിയുടെ വേഷം. തേജസ്സിന്റെ വസ്ത്രമുണ്ട്, പക്ഷെ നീ പ്രാർത്ഥനയ്ക്കും ആത്മയുദ്ധത്തിനും ഇറങ്ങുമ്പോൾ നിന്റെ വേഷം എങ്ങനെ ആയിരിക്കണം? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥിക്കാനും ആത്മയുദ്ധത്തിലേക്കും ഇറങ്ങുമ്പോൾ നിങ്ങളുടെ വേഷം ഏതായിരിക്കണം? ഒരു പടയാളിയുടെ വേഷമായിരിക്കണം കേട്ടോ. ദൈവം നമ്മളെ തേജസ്സിന്റെ വസ്ത്രം ഇടിച്ചിട്ടുണ്ട്, കല്യാണ വസ്ത്രം തന്നിട്ടുണ്ട്. ബൈബിളിൽ പല വസ്ത്രത്തെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ നീ പ്രാർത്ഥിക്കാനും ആത്മയുദ്ധത്തിലോട്ട് ഇറങ്ങുമ്പോൾ നിന്റെ വേഷം എങ്ങനെ ആയിരിക്കണം? ശുശ്രൂഷിക്കാൻ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ വേഷം എങ്ങനെ ആയിരിക്കണം? തല പ്രൊട്ടക്റ്റഡ് ആകണം. പിശാച് ആദ്യം എയ്യുന്ന എന്തോന്നറിയാമോ? നിങ്ങളൊന്ന് ഓർത്തെ, തലേന്ന് കാണിക്കുന്നത് എഴുതി വെച്ചു. ഞാൻ അടുത്ത ആഴ്ച എക്സ്പ്ലെയിൻ ചെയ്യാം. ചിന്തകൾ, തോട്ട്സ്, ഇമാജിനേഷൻസ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. ചിലർ പ്രസംഗിച്ചു, ചിന്ത കാട് കയറി കിടക്കുന്ന ഒരു കൺട്രോളും ഇല്ലാത്ത പോലെ ചിന്ത. ചിലരുടെ ചിന്ത പള്ളി വന്നിരുന്നാലും ഇങ്ങനെ വാണ്ടറിങ്ങ. ചിലർ പള്ളി വന്നിരിക്കുമ്പോഴും, ഞാൻ സ്റ്റുഡൻസിന്റെ രീതി പറയാം, പള്ളി അവർ ചർച്ച മീറ്റിങ്ങിനും യൂത്ത് ക്യാമ്പിനും വന്നിരിക്കുമ്പോഴും അവരുടെ മനസ്സ് മൊത്തം ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ്, ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് അവരുടെ മനസ്സ്. ചിലരുടെ മനസ്സ് ഇവിടെ ഇരിക്കുമ്പോഴും കിച്ചണിലാണ്, ഗ്യാസ് ഓഫ് ചെയ്തോ അല്ലേ, ആ ഫ്രിഡ്ജിനകത്ത് ആ സാധനത്തിന്റെ രുചി അങ്ങനെ ഇവിടെ ഇരുന്ന് വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കും. കൺട്രോളില്ല. പിന്നെ ചിലരുടെ വൾഗർ തോട്ട്സാ. കർത്താവ് പറഞ്ഞു, നിന്റെ ചിന്തയ്ക്ക് തലയ്ക്ക് നേരെ പിശാച് സ്പിരിച്വൽ അമ്പെയ്യുന്ന മുമ്പേ അത് കൊള്ളാതിരിക്കണമെങ്കിൽ നീ എന്ത് വെക്കണം? രക്ഷ എന്ന രക്ഷ? യേശു കർത്താവ്. നീ യേശുവിനെ ധരിക്കാന്ന രക്ഷ. നിന്റെ തല പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. കണ്ടോ, കറക്റ്റ് കാര്യം പറഞ്ഞ കറണ്ട് വന്നു. തല പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. തല. ഹൃദയം കാണിക്കുന്നത് വികാരങ്ങൾ. ചിലരുടെ തല കവറിങ്ങ, ബെൽറ്റ് കൊണ്ട്, പക്ഷെ വികാരങ്ങളോ ഒരു കൺട്രോൾ ഇല്ലാത്ത വികാരം, ഒരു കൺട്രോൾ ഇല്ലാത്ത. പിശാച് അവസരം നോക്കിയിരിക്കുകയാണ്, പ്രസംഗിച്ചിട്ട് ഇറങ്ങി വാ, ഒരൊറ്റ അമ്പം. അപ്പുറത്തോട്ട് പോകുമ്പോൾ ഒരു പ്രശ്നവും കണ്ടു, ആകെപ്പാടെ മൊത്തം ഇന്ന് പ്രാപിച്ചത് മൊത്തം കഴിഞ്ഞു. നിന്റെ വികാരങ്ങൾ പ്രൊട്ടക്റ്റഡ് ആകട്ടെ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അടുത്ത ആഴ്ച ഇച്ചോടെ ഇതേ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം.
സത്യമെന്ന ബെൽറ്റ്. പറയാം, ഒരു പടയാളിയുടെ ആയുധങ്ങൾ കിടക്കുന്ന എവിടെയാ? പോക്കറ്റിലാണോ? പട്ടാളക്കാരൻ്റെ ആയുധം കിടക്കുന്ന പോക്കറ്റിലാണോ അതോ ബെൽറ്റിലാണോ? പഴയ റോമൻ പടയാളികളെ കണ്ടോണ്ടാ പൗലോസ് എഴുതുന്നത്. ഒരു പടയാളിയുടെ വാളും തൻ്റെ ആയുധങ്ങളും ഒക്കെ എവിടെ തൂക്കിയിടുന്നത്? ആരേൽ? ബെൽറ്റിലാ. അദ്ദേഹത്തിന്റെ ട്രൗസറിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അന്നത്തെ ആ യൂണിഫോമിനെ ആരയ്ക്ക് പിടിച്ചു കെട്ടി നിർത്തിയേക്കുന്നത്? ഓടാൻ എല്ലാത്തിനും സജ്ജമാക്കി നിർത്തിയേക്കുന്നത് എന്തുവോ? ബെൽറ്റ്. മുന്നോട്ട് ഓടണമെങ്കിൽ, കുതിക്കണമെങ്കിൽ ആരയ്ക്ക് ബെൽറ്റ് കെട്ടണോ? ആ ബെൽറ്റ് കെട്ടുക എന്ന് ബൈബിൾ പറഞ്ഞേക്കുന്ന ആ വേർഡിന്റെ അർത്ഥം എന്നേബിൾ ചെയ്യാന്ന, നിന്നെ സകലത്തിലേക്ക് കുതിക്കാൻ എന്നേബിൾ ചെയ്യുന്നതാ. നീ അറിയാതിരിക്കുക ഞാൻ നിന്റെ അര മുറുക്കി. കോരശോട് ദൈവം പറയുന്നു, എൻ്റെ അരയ്ക്കവൻ, ദാവീദ് പറഞ്ഞു, എൻ്റെ അരയ്ക്കവൻ ബലം കിട്ടുന്നു. എന്തിനാ? ഓടാൻ, കുതിക്കാൻ, പോരാടാൻ. അതിനെന്തു വേണം? ബെൽറ്റ്. ബെൽറ്റ് എന്തിനാ കാണിക്കുന്നത്? എന്തോ ബെൽറ്റ് ബൈബിളിൽ മീൻ ചെയ്യുന്നത്? സത്യം. സത്യം. ചിലരുടെ ബെൽറ്റ് അഴിഞ്ഞുപോയി. ഞാൻ ആ ഉദാഹരണം കൂടെ പറഞ്ഞെങ്കിൽ നിർത്താം കേട്ടോ. ബെൽറ്റ് അഴിഞ്ഞുപോയി അയ്യാ ചിലരുടെ. ചിലർ പിന്നെ എപ്പോഴും കള്ളത്തരം പറയത്തില്ല കേട്ടോ. എപ്പോഴും കള്ളത്തരം പറയും. ആവശ്യം വന്നാലേ ഉള്ളൂ കള്ളത്തരം. ഒരിക്കൽ EMSനോട് പോയി, പുള്ളിക്ക് വിക്കുണ്ടായിരുന്നു. EMSന് വിക്കുണ്ടായിരുന്നു. EMSനോട് ഈ പേപ്പറുകാർ ചോദിച്ചു, സാറ് എപ്പോഴും വിക്കുമോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ എപ്പോഴും വിൽക്കത്തില്ല, സംസാരിക്കാൻ നേരം മാത്രമേ വിൽക്കാറുള്ളൂ. നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? എപ്പോഴും വിൽക്കത്തില്ല, സംസാരിക്കുക മാത്രമേ. ചിലർ എപ്പോഴും കള്ളത്തരം പറയത്തില്ല, വാ തുറന്നാലേ ഉള്ളൂ കള്ളത്തരം. ഡോണ്ട്. ഒരിക്കലും. അവസരം കൊണ്ടുവരും, കള്ളത്തരം പറയാൻ അവസരം വരും. പറയല്ലേ? പറയല്ലേ? പക്ഷെ അതിനർത്ഥം പരിജ്ഞാനമില്ലാതും ചെയ്യല്ലെന്നല്ല. ഞാൻ ഇനി അതെന്തോ ഭാഷ ഉദ്ദേശിച്ചതെന്തോ, ചില ആൾക്കാരോട് നിങ്ങൾ ചില എല്ലാ കാര്യങ്ങളും പറയേണ്ട ആവശ്യമില്ല. ചില ജലസി പിടിച്ച ആൾക്കാരുടെ അടുക്കൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിനോട് ഒരു സ്ഥലം വരെ പോവാം. വെരി സിമ്പിൾ. ഞാൻ ഇന്നടത്താവായ സത്യം പറയണമെന്ന് ഭാഷ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ അവിടെ പോയി ഇവിടെ പോയി ഇന്നത് ആളെ കണ്ടു, ഇത്ര പൈസ കിട്ടി, ഇന്ന. ഡോണ്ട് സേ. അങ്ങനെ പറയണം. പക്ഷെ നിങ്ങളുടെ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മക്കളും അപ്പനും അമ്മയും നിങ്ങൾക്ക് ദൈവം തന്നേക്കുന്ന ഉചിതമായ ആ സ്ഥലത്ത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഞാൻ പറയുന്നത് വല്ല മനസ്സിലാവുന്നുണ്ടോ? കൂടെ ജോലി ചെയ്യുന്നവരോട് പോയി പറയണ്ട. പക്ഷെ ആരോട് നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ഒന്നാമത് ട്രാൻസ്പെറൻ്റ് ആകേണ്ട ദൈവത്തോടാ. ദൈവം നിങ്ങളെ പഠിപ്പിക്കും. അന്നേരം ദൈവം നിങ്ങളെ പഠിപ്പിക്കും. പോട്ടെ, എന്തുവാ ആ കഥ പറയാമെന്ന് ഞാൻ പറഞ്ഞു. ഒരാളെ പോലും പേര് ഒന്നും പറയാനല്ല, സംഭവം പറയാം, മനസ്സിലാക്കും. എൻ്റെ ജീവിതത്തിന് അനുഭവം ഞാൻ തുറന്നു പറയാം. പക്ഷെ മറ്റൊരാളുടെ കാര്യം പറയാൻ എൻ്റെ ജോലിയാണ്. അപ്പം നിങ്ങൾക്കൊരിക്കലും ഞാൻ പറയുന്ന സംഭവം അറിയാൻ വയ്യാത്തതുപോലെ ആയിരിക്കും ഞാൻ നറേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം മാറ്റി മാറ്റി പറയും. കാരണം ആ ആളൊരിക്കലും ഹ്യൂമിലിയേറ്റ് ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹ്യൂമിലിയേറ്റ് ആകാനുള്ള കാര്യവും അല്ല, പക്ഷെ അയാൾ വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയും. പക്ഷെ സംഭവം നിങ്ങൾക്ക് മനസ്സിലാവുകയും വേണം. മനസ്സിലാവുക. ഒരു വ്യക്തി, എനിക്കറിയാവുന്ന ഒരു വ്യക്തി എന്നോട് പറഞ്ഞതാ, നേരിട്ട് പറഞ്ഞു. അദ്ദേഹം ഒരു നല്ല ഗവൺമെന്റിന്റെ ഹൈ പൊസിഷനിൽ നിന്ന വ്യക്തിയാണ്. ഗവൺമെന്റിന്റെ വർഷങ്ങൾക്ക് പറയും ഹൈ പൊസിഷനിൽ വ്യക്തിയാണ്. അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചു. എന്നെ മറ്റൊരു സഹോദരനെ കൂടെ വിളിച്ചു. പറഞ്ഞു, വീട്ടിൽ വാ, പ്രാർത്ഥിക്കണം. പുള്ളി ഞങ്ങളോട് ഭയങ്കര കൂട്ടായിരുന്നു. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. ഒരു ദൈവ പൈതലും കൂടെ കൂടിയ കുടുംബമായിട്ട് ദൈവ പൈതൽ. പാസ്റ്ററെ, ഞാൻ ഇന്നലെ കാണുക, എൻ്റെ ബെൽറ്റ് അഴിഞ്ഞു പോയി, എൻ്റെ പാൻ്റ് അങ്ങ് പോയി, ഞാൻ ഇച്ചിരി അപമാനകരമായിട്ട് നിൽക്കുന്നു എന്ന് ഞാൻ സ്വപ്നം കണ്ടു. പാസ്റ്ററെ, ഗവൺമെന്റിന്റെ ഭയങ്കര ഒഫീഷ്യലാണ് ബ്രദറെ, ഭയങ്കര ഹൈ ഒഫീഷ്യലാണ്, ഭയങ്കര ഒഫീഷ്യൽ. എത്ര പവർഫുൾ ആണെന്ന് ഞാൻ പറയുന്നില്ല, പവർഫുൾ. അപ്പൊ അതേ നമ്മളോട് പറയണമെങ്കിൽ ഞങ്ങൾ ദേവദാസൻ എന്നുള്ള നിലയിൽ ഞങ്ങളെ സ്നേഹിച്ച് റെസ്പെക്ട് ചെയ്തും പറയുന്നു. പക്ഷെ പ്രാർത്ഥിക്കും പാസ്റ്ററെ, എന്താ കാര്യമെന്ന് എനിക്ക് അറിയുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. എവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്തോളാം. എൻ്റെ പാൻറ് അഴിഞ്ഞു പോയി ഞാൻ കാണുക, ബെൽറ്റ് അഴിഞ്ഞു പോയെന്ന് കാണുക, എനിക്ക് അറിയത്തില്ല ഇതെന്തുവാണ്.
പുള്ളി ഓഫീസിൽ പോയി അസ്വസ്ഥത. ഓഫീസിൽ ഇരുന്ന് ഞങ്ങളെ വിളിക്കുന്നുണ്ട്. അശ്രയ എനിക്ക് ഭയങ്കര അന്ന് വൈകിട്ടും വന്നു. അശ്രയ അങ്ങ് അസ്വസ്ഥ. അന്ന് രാത്രി ഞങ്ങളെല്ലാം കൂടെ 2 ദിവസമായിട്ട് പുള്ളി അങ്ങ് അസ്വസ്ഥപ്പെട്ട് കിടക്കാം. പ്രാർത്ഥി പുള്ളി ദൈവത്തോട് ചോദിച്ചോണ്ടിരിക്കുക, ദൈവമേ പറഞ്ഞു ഞാൻ കറക്റ്റ് ചെയ്യാം. എന്തോ സംഭവിച്ചാൽ അറിയാം, ഇദ്ദേഹത്തിന്റെ കാറ് എവിടെയോ ഡാമേജ് പറ്റി. കാർ പോയി ഇടിക്കുകയോ ഡാമേജ് പറ്റുകയോ ചെയ്തു. പുള്ളിയുടെ പേഴ്സണൽ കാർ, ഒഫീഷ്യൽ കാർ അല്ല, പേഴ്സണൽ കാർ. ആ കാറ് ശരിയാക്കാൻ ഇങ്ങനെ സമയം താമസിച്ച് പോയി. ബിസി കൊണ്ട് താമസിച്ചു പോയി. പിന്നെ ചെന്ന് താൻ ശരിയാക്കാൻ നോക്കിയപ്പോഴാ ഇൻഷുറൻസ് തീർന്നു പോയി. അപ്പൊ ഇനി അത് കയ്യിൽ നിന്ന് കാശ് കിട്ടിയാണ് കുറെ 10,000, 20,000 രൂപ കുറെ വർഷങ്ങൾക്ക് പറയാം. പുള്ളി എന്തോടത്തറിയാം, പുള്ളി നേരെ പുള്ളിയുടെ വണ്ടി അവിടെ കൊണ്ടുപോയി ഇൻഷുറൻസ് കമ്പനിക്കാരെ വിളിച്ചു. ഓഫീസിൽ നിന്ന് വിളിക്കുക, ഇവന്മാരുടെ മാനേജർ വന്നിവിടെ വന്നു. മാനേജർ ഉള്ള ഓഫീസിൽ വന്നു. ഓഫീസിൽ കയറാൻ പറ്റത്തില്ല. ഓഫീസിൽ വന്നു പറഞ്ഞു, എൻ്റെ ഇൻഷുറൻസ് വന്നു. സാറിന് എന്ത് വേണം? വെഹിക്കിൾ ഒന്നും ഇൻസ്പെക്ഷൻ ചെയ്യണ്ട, ഒന്നും ചെയ്യാം. പുള്ളിക്ക് അതാ വേണ്ടിയതും. വെഹിക്കിൾ ഒന്നും ഇൻസ്പെക്ഷൻ ചെയ്യണ്ട, എന്ത് വേണം കഴിഞ്ഞ ഇപ്പം ഞാൻ കൊണ്ടുതരാം ഇങ്ങോട്ട്. സാർ എന്നെ സാർ ഒരു കോൾ ചെയ്താൽ മതിയായിരുന്നല്ലോ. സാറിൻ്റെ വണ്ടി ഒന്ന് ഞങ്ങൾ നോക്കട്ടെ. പുള്ളിയുടെ പവർ ഉപയോഗിച്ച് പുള്ളി ഇൻഷുറൻസ് എടുത്തു. 2 ദിവസം കഴിഞ്ഞ് ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, വണ്ടി കേടായി പോയി, ശരിയാ കൊണ്ടുവരാൻ. അവൻ അറിഞ്ഞില്ല. വണ്ടി അവന്മാർ കൊണ്ടുപോയിട്ട് ശരിയാക്കി കൊണ്ടുവന്ന് കൊടുത്തു. കഴുകി വൃത്തിയാക്കി കുട്ടപ്പനായി കൊണ്ടു കൊടുത്തു. അന്ന് വൈകിട്ട് പുള്ളി രാത്രി സ്വപ്നം കാണുക, നിന്റെ ബെൽറ്റ് അഴിഞ്ഞുപോയി. സത്യം നിന്റെ ലൈഫിൽ നിന്ന് പോയത്. അതാ സത്യം നിന്റെ ലൈഫിൽ നിന്ന്. താൻ സ്പിരിച്വലി അസ്വസ്ഥനായി. ദൈവം ഇതിലും കൂടെ ആയിരുന്നു. സ്പിരിച്വലി അസ്വസ്ഥനായി. തനിക്ക് ദൈവം അടുത്ത ദിവസം 3-4 ദിവസം കഴിഞ്ഞപ്പം ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ദൈവം പറഞ്ഞു, നീ ചെയ്തത് തെറ്റാ. ഇൻഷുറൻസ് തീർന്ന ഇൻഷുറൻസ് നീ വണ്ടി ഇൻസ്പെക്ഷൻ ചെയ്യാതെ നിന്റെ പവർ ഉപയോഗിച്ച് നീ ഇൻഷുറൻസ് എടുത്തിട്ട് ആ ഇൻഷുറൻസുകാരോട് നീ ചെയ്തത് കള്ളത്തരോ. നിന്റെ ബെൽറ്റ് അഴിഞ്ഞു പോയി, നീ അപമാനകരമായിരിക്കുമോ. സ്പിരിച്വലി ദൈവം കാണുന്നത് അങ്ങനെ അല്ലേ. പിറ്റേ ദിവസം രാവിലെ പുള്ളി ഓഫീസിൽ ചെന്നു. ദൈവത്തോട് പറഞ്ഞ, ദൈവമേ ഞാൻ കറക്റ്റ് ചെയ്തോ. പുള്ളി പേഴ്സണൽ ചെക്കുമായിട്ടാണ് പോയത്. ഓഫീസിൽ ചെന്നു. ഇൻഷുറൻസ് കമ്പനിക്കാരനെ വിളിച്ചു. ഓടി വന്നു, എൻ്റെ പൊന്നു സാറേ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു. അവൻ പേടിച്ചു പോയി, എന്തെങ്കിലും പറയാനാണ് പറഞ്ഞു. അല്ല, ഇരിക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു, ഇല്ല സാറേ ഞാൻ നിന്നോളാം, ഇരിക്കാൻ പറഞ്ഞു. പുള്ളിക്ക് പറ്റിയത് അവരോട് പറഞ്ഞു. അവർ ഷോക്കായിപ്പോൾ. ഇങ്ങനെ ഒരു വ്യക്തി, ഇത്രയോ പവറിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യുമോ? പുള്ളി ചെക്ക് എടുത്തിട്ട് ചെക്ക് എത്ര രൂപയെന്ന് ചോദിച്ചു. ചെക്ക് എടുത്തിട്ട് അവർ വേണ്ടെന്നാവുന്നേ പറഞ്ഞു. നിങ്ങളുടെ കമ്പനിക്ക് എന്നാണ്? ഞാനൊരു ക്രിസ്ത്യനാണ്. മാത്രമേ പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യനാണ്. പക്ഷേ താൻ കറക്റ്റ് ചെയ്ത് കണ്ടോ? തിരിച്ച് താൻ അന്ന് വൈകിട്ട് വരുമ്പം ഞങ്ങളോട് പറയാം, എൻ്റെ പാസ്റ്റർ എൻ്റെ സ്പിരിറ്റിൽ ഫ്രീ ആയി. ആ സ്പിരിച്വൽ ബുദ്ധിമുട്ട് പോയി. എത്രയോ വ്യക്തിയുടെ ബെൽറ്റും ഇല്ല, പാൻറ്റും ഇല്ല, ഒന്നുമില്ല നടക്കുക. എന്നിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. പിശാച് കണ്ടുകൊണ്ട് കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കും. പുള്ളിക്ക് ബെൽറ്റ് പോയിട്ട് പാൻറ്റേ ഇല്ല അല്ലേ. ചിലർക്ക് ഹെൽമെറ്റേ ഇല്ല. ചിലർക്ക് നീതി എന്ന കവചമേ ഇല്ല, ബ്രസ്റ്റ് പ്ലേറ്റ് ഇല്ല. വികാരങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ചിലർക്ക് ഷൂസ് ഇല്ല, ചിലർക്ക് ഈ സർവായുധ വർഗമേ ഇല്ല, ചിലരുടെ പരിചയമില്ല, ചിലരുടെ കൈ പരിചയമില്ല. ഈ പുള്ളിക്ക് എന്തുകൊണ്ടാണ് ഏറ് കിട്ടിയത്? ദാവീദ് ഗോലിയാത്തിന് എന്തുകൊണ്ട് ഏറ് കിട്ടിയെന്ന് അറിയാമോ? പരിചയം ആരുടെ കൊടുത്തായിരുന്നു? കൂടെ വന്നവൻ്റെ കൈ പറഞ്ഞു പരിചയം പിടിച്ചോളാൻ പറഞ്ഞു. നിങ്ങളുടെ പരിചയ വിശ്വാസിയുടെ കൊടുക്കല്ലേ കേട്ടോ. നമ്മളെന്തോ എടുക്കും? നിങ്ങൾ എന്തോ പറ്റി മിണ്ടാതിരിക്കുന്നേ? ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. നിനക്ക് നീ തന്നെ പ്രാർത്ഥിച്ച് കടന്നു വന്നേ പറ്റൂ. നമ്മളെന്തോ എടുക്കും? വിശ്വാസം വന്ന ആരുടെ കൊടുക്കും? അയ്യാ കുറച്ച് ദിവസം എൻ്റെ ഇതൊന്ന് പിടിച്ചു, അയ്യാ കുറച്ച് ദിവസം ഇതൊന്ന് പിടിച്ചു, ആൻറ്റി കുറച്ച് ദിവസം ഈ എൻ്റെ പരിചയം ഒന്ന് പിടിച്ചു. ആരുടെയും കയ്യിലും കൊടുക്കല്ലേ. വിശ്വാസം എന്ന പരിച നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി ചിലരുടെ കൈ വാളില്ല, ഈ സാധനങ്ങളെല്ലാം ഉണ്ട്, നിന്ന് അങ്ങ് അടി മേടിക്കും, വലുതെല്ലാം തടയുന്നുണ്ട്. പക്ഷെ തിരിച്ചൊരെണ്ണം കൊടുക്കാൻ
വാളില്ല. അതെന്തുകൊണ്ടാ? പള്ളി വന്ന് വചനം പഠിച്ചില്ല, സ്വന്തം പ്രകാരം വചനം പഠിച്ചില്ല, മെസ്സേജ് കേട്ട് കൈയടിച്ചിട്ട് പോയി. വന്നപ്പം എന്തോ പറ്റി? ചിന്തിച്ചു. കറക്റ്റ് അല്ലേ? പിശാച് പോരാട്ടം കൊണ്ട് വന്നപ്പോൾ തിരിച്ചൊരെണ്ണം കൊടുക്കണമായിരുന്നോ? നിങ്ങൾ ഒരു വികാരവും ഇല്ലാത്തവരെ പോലെ ഇരിക്കാത്തത്. പിശാച് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരെണ്ണം കൊടുക്കണമായിരുന്നോ? എങ്ങനെ കൊടുക്കുന്നത്? വചനത്താൽ, വാളും കൊണ്ട് കൊടുക്കണം. അതിന് നിങ്ങളുടെ കയ്യിൽ വാള് വേണം. നിങ്ങളുടെ കയ്യിലുള്ള വാൾ എന്ത് ചെയ്യും? വീട്ടിൽ വെച്ചേക്കാം, കഴുകി ഉണക്കാൻ വെച്ചേക്കല്ലേ. വാള് വേണം. സർവായുധ വർഗം നിങ്ങൾ ധരിക്കണം. ഒരു വിശ്വാസി പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ഇനി ഒടുവിലെന്നുള്ള വേർഡ് എന്തുവാന്ന് അടുത്ത ആഴ്ച ഒടുവിൽ പറയാം, അടുത്ത സൺഡേ പറയാം. ഇന്ന് ഒടുവിലായി അല്ലേ? വിശ്വാസികൾക്ക് വസ്ത്രമുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് വെള്ളവസ്ത്രമുണ്ട്. 2, സർവായുധ വർഗമുണ്ട്. കല്യാണ വസ്ത്രമുണ്ട്. ഉണ്ടോ? ഇതൊക്കെ നിങ്ങളുടെ ലൈഫ് പ്രൊട്ടക്റ്റഡ് ആകട്ടെ. എന്തെങ്കിലും കേൾക്കുമ്പോൾ ചാടിക്കറി പ്രതികരിക്കാൻ പോകാൻ കേട്ടോ. എന്തെങ്കിലും കേൾക്കുമ്പോൾ ചാടിക്കറി ചിരിച്ചു കൊണ്ട് നിൽക്കും. ബി ക്വയറ്റ്. എന്തെങ്കിലും വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടോ ചിന്തിച്ച് കറക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ സൈലന്റ്, ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും കറക്റ്റ് ചെയ്യുക. നല്ലതാണ്. നിങ്ങൾക്ക് കൂടുതൽ പ്യൂരിറ്റി ആകാം. ദൈവം നിങ്ങളെ ഓണർ ചെയ്യും. കാരണം നമ്മൾ മനുഷ്യരാ, ജഡമാണെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. കർത്താവാണ്. അല്ല ഞാൻ അങ്ങനെ പ്രതികരിക്കാൻ പോകുന്നു. തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യും. കർത്താവ് എനിക്ക് പറ്റി, മിസ്റ്റേക്കാണ്, ഞാൻ ഒരു ബലഹീനനാണ്, പക്ഷെ എനിക്കൊരു അവസരം കൊടുത്താൽ കറക്റ്റ് ചെയ്യാം. എവിടെയെങ്കിലും മനുഷ്യനോട് പറ്റിയോ? സോറി പറയാം, ക്ഷമ ചോദിക്കുക. സോറിനെ എനിക്കൊരു അവസരം കൊടുത്താൽ അവർക്ക് മനസ്സിലാവും, എടാ പുള്ളി മനുഷ്യനാ, എന്നെ പോലെ മനുഷ്യനാ, ഞാനും ബലഹീന, നിങ്ങളും ബലഹീന അല്ലേ? ഇല്ലില്ല എനിക്കത് പറ്റിയൊന്നുമില്ല, അങ്ങനെ അല്ലായിരുന്നു, ഞാൻ അങ്ങനെ അല്ലായിരുന്നു, നിങ്ങൾ ഉരുളാതെ. ദൈവം പോലും പൊറുക്കത്തില്ല. പക്ഷേ ബൈബിള് പറയുന്ന കാര്യം നമ്മൾ സ്വീകരിച്ചിരിക്കണം. സർവായുധ വർഗം. പ്രാർത്ഥിക്കാം. നിങ്ങൾ പടയാളികളെ പോലെ ആയിരിക്കണം. ഇന്ന് പകൽ ഈ ആരാധന കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകണം. പടയാളികളെ പോലെ കണ്ണുകൾ അടച്ചിട്ട് പ്രാർത്ഥിച്ചേ. സർവായുധ വർഗം ധരിക്കപ്പെടട്ടെ.